السلام عليكم ورحمة الله. الحمد لله غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل. സ്നേഹാദരണീയരായ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, ചിന്ത ഷിർക്കിൽ നിന്നുള്ള മോചനം എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഏതാനും സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. മനുഷ്യനെ അള്ളാഹു ഉത്കൃഷ്ടനായി സൃഷ്ടിച്ചത് തന്നെ ചിന്തിക്കുവാൻ വേണ്ടിയാണ്. ചിന്തക്ക് അജണ്ട വേണം. അജണ്ടയില്ലാതെ ചിന്തിച്ചാൽ അത് മനുഷ്യനെ അവൻ്റെ വ്യക്തിത്വത്തിൽ നിന്നും ഇസ്ലാമീയത്തിൽ നിന്നും തൗഹീദിൽ നിന്നുമൊക്കെ അകറ്റിക്കളയും. അതുകൊണ്ട് അജണ്ടയോടുകൂടി ചിന്തിക്കണം. ചിന്തിക്കാത്ത മനുഷ്യൻ മുസ്ലിങ്ങളുടെ പരിധിയിൽ നിന്ന് വളരെ പെട്ടെന്ന് യാത്ര പോകും. ചിലർ നാക്കാലികളെ പോലെയാവും, ചിലർ മുശ്രിക്കുകളായി മാറും. ഇത് രണ്ടിലൊന്ന് അവസ്ഥയാണ് ചിന്തിക്കാത്ത ആളുകൾക്ക് ഉണ്ടാകുക. ഒരു മഖ്ലൂക്ക് ആദ്യമായി ചിന്തിക്കേണ്ടത് ഖാലിഖിനെ കുറിച്ചാണ്, സൃഷ്ടാവായ റബ്ബിനെ കുറിച്ചാണ്. റബ്ബിനെ അറിയണം, പഠിക്കണം, എന്നിട്ട് വേണം റബ്ബുമായി ബന്ധപ്പെടാൻ. അങ്ങനെയുള്ളൊരു ചിന്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അനിവാര്യമാണ്. അങ്ങനെ ചിന്തിക്കണമെന്നാണ് ഖുർആനിൽ പല ശൈലിയിൽ അള്ളാഹു നമ്മോട് പറയുന്നത്. അഫലാ യതദബ്ബറൂൻ, ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ, ചിന്തിക്കുന്നില്ലേ? അഫലാ തതഫക്കറൂൻ, ചിന്തിക്കുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, ഉൾക്കാഴ്ചയോടുകൂടി ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഖുർആനിൽ ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ചിന്തയിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് കൊണ്ട് കിട്ടുന്ന നേട്ടം ചോദിച്ചാൽ, നമ്മളുടെ ശരിയും തെറ്റും നമുക്ക് ബോധ്യപ്പെടും. ഒന്നാമത്തെ കാര്യം, ഒരാൾ ചെയ്യുന്ന ശരിയും ഒരാൾ ചെയ്യുന്ന തെറ്റും. ഇമാം ഖാലി ഫുലൈൽ അദ്ദേഹം പറഞ്ഞു, അൽ ഫിക്റു മിർആത്തുൻ, ചിന്ത എന്ന് പറയുന്ന ഒരു കണ്ണാടിയാണ്. തുരിയക സയ്യിആതുക വ ഹസനാതിക, അത് നിന്റെ സയ്യിആത്തുകളെയും നിന്റെ തിന്മകളെയും നിന്റെ നന്മകളെയും നിനക്ക് കാണിച്ചു തരും. ചിന്ത ഒരു കണ്ണാടിയാണ്. അപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന എന്താ? നമ്മളുടെ മുഖം. ആ മുഖത്തെന്തെല്ലാം അത് നമുക്കറിയാൻ കഴിയുന്നു, അല്ലേ? അതുപോലെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ടെന്ന് കാണാൻ കഴിയുമെന്നാണ് ഖാലി ഫുലൈൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. എന്നാൽ ഇമാം ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമിൽ ലൈലി, ഒരു മണിക്കൂർ ഒരു സത്യവിശ്വാസി അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ഒറ്റ മണിക്കൂർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവൻ്റെ പ്രതിഫലമാണ്. ഇപ്പം ചിന്തയുടെ വില ഇസ്ലാമിൽ മനസ്സിലായി, അല്ലേ? ഒരു മണിക്കൂർ ചിന്തിക്കുക. എന്താ ചിന്തിക്കേണ്ടതെന്ന് ഞാൻ അജണ്ട പറയാം. ഇത് ഇമാം ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റക്അത്താനി മുഖ്സിദത്താനി ഫീ തഫക്കുരിൻ
ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ ബിലാ ഖൽബ്. 2 റക്അത്ത് നിസ്കരിക്കുക ചിന്തയോടുകൂടി, അത് ചിന്തയില്ലാതെ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം. അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം. രാത്രി മുഴുവൻ ഒരാൾ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും 2 റക്അത്ത്, അതും റക്അത്താനി മുഖസിദത്താനി, വളരെ മിതമായ 2 റക്അത്ത് ഒരാൾ നിസ്കരിക്കുകയാണ് എങ്കിൽ, രാത്രി മുഴുവൻ ഒരാൾ ചിന്തയില്ലാണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ പ്രതിഫലം ഈ 2 റക്അത്തിന്. അപ്പോൾ ചിന്തയുടെ ഇസ്ലാമിലെ സ്ഥാനം മനസ്സിലായി. ഇനി ചിന്തയുടെ അജണ്ട, അതാണ് ഞാൻ പറഞ്ഞത്. അജണ്ട ഇല്ലാതെ ചിന്തിച്ചാൽ അപകടത്തിലേക്ക് പോകും. പല ആളുകളും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എന്താണ് പറയേണ്ടതെന്നോ എങ്ങനെയാണ് പറയേണ്ടതെന്നോ അറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ വഴിതെറ്റിപ്പോവും. അതുകൊണ്ട് ചിന്തിക്കൽ വളരെ അനിവാര്യമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ചിന്ത, അദ്ദേഹം ജനങ്ങളോട് പ്രബോധനം ചെയ്തു, ഞാൻ ഏകനായ റബ്ബുമായി ബന്ധപ്പെടുത്താൻ പ്രധാന കാരണം, എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് കഴിയണമെന്ന് ചിന്തിക്കാൻ കാരണം, അങ്ങനൊരു ഉത്ബോധനം ഇബ്രാഹിം നബിക്ക് ലഭിക്കാനുണ്ടായ കാരണം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ സൃഷ്ടിക്കുക എന്നത് വലിയൊരു ധർമ്മമാണ്. അതേക്കുറിച്ച് ചിന്തിക്കണം. എന്നെ സൃഷ്ടിച്ചു. എങ്ങനെയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്? നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാന വശം വിശദീകരിച്ചപ്പോൾ ഖുർആൻ പറഞ്ഞു, വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈഅൻ. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് വരുമ്പോൾ ഒന്നും അറിയാത്തവനായിട്ടാണ് സൃഷ്ടിച്ചത്. വജഅല ലക്കും സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് ജഅല ലക്കും സമഅ, കേൾവിയെ നിശ്ചയിച്ചു, വൽ അബ്സാർ, കണ്ണുകൾ നിശ്ചയിച്ചു, വൽ അഫ്ഇദത, ഹൃദയങ്ങൾ നിശ്ചയിച്ചു എന്നാ പറഞ്ഞത്. നിങ്ങൾ ആ ഖുർആന്റെ വാചകം ശ്രദ്ധിച്ചോ? ജഅല ലക്കും സമഅ. സമഅ എന്ന വാക്ക് അറബി ഭാഷയിൽ ഏകവചനാണ്. എന്നാൽ അബ്സാറോ പ്ലൂറലാണ്. അഫ്ഇദത്തോ അതും പ്ലൂറലാണ്, ബഹുവചനാണ്. സമഅ മാത്രം ഏകവചനം. യഥാർത്ഥത്തിൽ 2 കണ്ണില്ലേ, 2 ചെവിയില്ലേ, പക്ഷെ ചെവിക്ക് ഏകവചനം ഉപയോഗിച്ചു. എന്താ കാരണം? ഇപ്പം ഞാനിവിടുന്ന് സംസാരിച്ചാൽ നിങ്ങൾ കേൾക്കും, ഒരാളുടെ സംസാരമാണെങ്കിൽ അല്ലേ, 2 ചെവിയുള്ളോ, എല്ലാവരും കൂടി സംസാരിച്ചാലോ കേൾക്കൂല, ഒറ്റൊന്നേ കേൾക്കുള്ളൂ. എന്തൊക്കെയോ കേൾക്കും, എന്താന്ന് മനസ്സിലാകാത്തൊരു കേൾവി അല്ലേ. കാഴ്ച അങ്ങനല്ല, ഒറ്റ നോട്ടം നോക്കിയാൽ കുറേ ആൾക്കാരെ കാണൂലേ. അപ്പോൾ അത് ജമ്മു ഉപയോഗിച്ചു. ഒരൊറ്റ ചിന്ത ഉപയോഗിക്കുമ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. അപ്പോൾ അവിടെയും ജമ്മു ഉപയോഗിച്ചു. അത് പ്രയോഗം പോലും മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. ഒന്ന് ഏകവചനം ഉപയോഗിച്ചു, ബാക്കി 2 ജമ്മു ഉപയോഗിച്ചു. അപ്പോൾ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഒന്നും തിരിയാത്തവനായിട്ടാണ് കേട്ടോ. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു സൂറത്ത് റൂമിൽ, അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ, അള്ളാഹു നിങ്ങളെ ഒരുപാട് ദൗർബല്യങ്ങളുള്ളവരായിട്ടാണ് സൃഷ്ടിച്ചത്. എന്തായിരുന്നു? ഇന്ദ്രിയം. അതിനെന്താ കഴിവുള്ളത്? ഒന്നുമില്ല. ദൗർബല്യം, ലൈഫായിരുന്നു. ദൗർബല്യത്തോടുകൂടി ഒരു മൃഗമാണെങ്കിൽ, ഒരു പശുവാണെങ്കിൽ പ്രസവിച്ച ഉടനെ ഒരു 4-5 മിനിറ്റ് തള്ള നാവ് കൊണ്ട് നക്കിയാൽ അതിന് പൊന്തി എഴുന്നേറ്റ് മാതാവിൻ്റെ, അതിൻ്റെ പശുവിൻ്റെ അകിടിനടുത്ത് വന്ന് പാല് കുടിക്കാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ശിശു പ്രസവിച്ചാൽ ഉമ്മ പിടിപ്പിക്കാണ്ട് ഒരിക്കലും, അല്ലെ ആരെയും പിടിപ്പിച്ചു കൊടുക്കാണ്ട് കുടിക്കാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫ് സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നെ പടച്ചോൻ ഈ ദൗർബല്യത്തിന് ശേഷം നിങ്ങൾക്ക് ശക്തി പകർന്നു തന്നു. ഒരു കുഞ്ഞ് എണീറ്റ് നടക്കാൻ തുടങ്ങി, കണ്ടോ, ശക്തിയിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെ വന്നതിന് ശേഷം സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വ ശൈബത്തൻ, പിന്നെ നിങ്ങൾക്ക് ആ ശക്തിക്ക് ശേഷം വീണ്ടും തന്നു ദൗർബല്യം. ആ ദൗർബല്യം തന്നപ്പോൾ അള്ളാഹു കുറച്ച് നിരയും തന്നു, ഷൈബത്തൻ. ആദ്യം വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കഴിവും ഉണ്ടായിരുന്നില്ല, ഓടാനും ചാടാനും. പിന്നെ എന്തും
സ്വായത്തമാക്കാനുള്ള കഴിവ് അല്ലാഹു മനുഷ്യ ശരീരത്തിന് നൽകി. പിന്നീട് വീണ്ടും ദൗർബല്യത്തിലേക്ക് എത്തി. ഇപ്പം എൻ്റെ മുമ്പുള്ള എഞ്ചിമുള്ളവരെല്ലാം ലൈഫും ശൈവത്തിലെത്തിയല്ല. ചിന്തിക്കാൻ ഓൽക്കാൻ ഒരുപാട് അവസരമുണ്ട് അല്ലേ? അധികവും ഇപ്പം ഇതിലിപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടുള്ളൂ ശൈബത്തും ലൈഫിലേക്ക് എത്താത്തുള്ളൂ. ബാക്കിയൊക്കെ ലൈഫ് ഇനി രണ്ടാമത് കുവ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടി ലേഹ്യം കഴിക്കുക. അതോടൊരു കാര്യമില്ല, പൈസ പോവും മാത്രമേ ഉള്ളൂ. കാരണം ആ ലേഹ്യം കൊണ്ടൊന്നും ഇത് തിരിച്ചിട്ടൂല കേട്ടോ. അത് അള്ളാഹ് ആക്കി വെച്ചതാ. നിങ്ങളെ ലേഹ്യം കൊണ്ട് ഇത് നന്നാക്കാൻ കഴിയില്ല. ഇത് അള്ളാഹ് ആക്കി വെച്ചതാ. അപ്പം അതുകൊണ്ട് വീണ്ടും കൊണ്ടുവരികയാണ്. എന്നിട്ട് അള്ളാഹ് പറയാം, യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കും പോലെ അവൻ സൃഷ്ടിക്കും. നിങ്ങൾ വിചാരിച്ചമായി സൃഷ്ടിക്കാൻ കഴിയില്ല. അള്ളാഹ് വിചാരിക്കും പോലെ. വഹുവൽ അലീമുൽ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങളും കഴിവുള്ളവൻ. അപ്പം മനുഷ്യൻ്റെ ചിന്താധാരയെ ഉണർത്തും വിധം അള്ളാഹു മനുഷ്യനെ മാത്രം സൃഷ്ടിച്ചതിനെ പറ്റി പറഞ്ഞു കൊടുത്ത് നമുക്കൊന്നും കൂടി കേൾക്കാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഹുവല്ലദീ ഖലഖക്കും മിൻ തുറാബ്, ആദ്യമായി ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മണ്ണിൽ നിന്നാണ്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് സൃഷ്ടിച്ചപ്പോൾ ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാക്കി. ആ ഇന്ദ്രിയ ബിന്ദുവിനെ സുമ്മ മിൻ അലക്കത്തിൻ, തൂങ്ങിക്കിടക്കുന്ന രക്തപിണ്ഡത്തിലേക്ക് പരിവർത്തിപ്പിച്ചു. സുമ്മ യുഖ്രിജുക്കും തിഫ്ല, പിന്നെ ഒരു കുട്ടിയായി അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നു. സുമ്മലി തബുലവു അശുദ്ധക്കും, നിങ്ങൾക്ക് പ്രായപൂർത്തിയും നല്ല യോഗ്യതയും എത്തി. സുമ്മലി തക്കൂനു ശുയൂഖ, പിന്നെ നിങ്ങൾക്ക് വയസ്സാവും. അല്ല കിട്ടുകിടുത്ത ബാല്യം വന്നതിന് ശേഷം പിന്നെ അതാ പോകുന്നു വയസ്സായിട്ട് അല്ലേ? ഓ മിൻകും മിൻ ഖബൽ, ചിലർ വയസ്സാണതിന് മുമ്പ് തന്നെ മരിച്ചു പോവും. ഒലി തബുലവു അജലം മുസമ്മ, വേറെ ചിലരുടെ അവധി എത്തുന്നത് വരെ ഇവിടെ ഉണ്ടാവും. വലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങളുടെയൊക്കെ ചിന്തിക്കണം. നമ്മളെ കയ്യിൽ ഒരു പിടുത്തമില്ല കേട്ടോ. ഈ ഇന്ദ്രിയത്തെക്കുറിച്ച് അള്ളാഹു നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞു. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങളുടെ ലിംഗത്തിൽ നിന്ന് സ്രവിക്കുന്ന ഇന്ദ്രിയം, ആ ഇന്ദ്രിയത്തെ പറ്റി നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, അത് നിങ്ങളുടെ ലിംഗത്തിനകത്ത് സൃഷ്ടിച്ച് ഞാനാണോ അതോ നിങ്ങളാണോ? നമുക്ക് ഈ ഇണചേരാൻ ഉള്ള ആഗ്രഹം അള്ളാഹു വെച്ച് തന്നു എന്നല്ലാതെ അതിനകത്ത് വേറെ റോളൊന്നും നമുക്കില്ല ഉണ്ടോ? അപ്പം ഇങ്ങനെ ഒരുപാട് ചിന്താശകലങ്ങളിലൂടെ അള്ളാഹു പറയുന്നു, ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച മനുഷ്യന്മാർ ഇന്ദ്രിയത്തിൽ നിന്ന് എല്ലാവരും വന്നത്. ഹുവല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു. ഫമിൻകും കാഫിർ ഒമിൻകും മൂമിൻ, ചിലത് മൂമിനായി ചിലത് കാഫറായി. രണ്ടും ഇന്ദ്രിയം തന്നെ. ഒന്നും കാഫറായി പോയി, ബെത്തറിനും പോയി. മൂമിനായി നടന്നീന ആൾക്കാർ ചിലോര് അധികാരമോഹികളായി പോയി, വേറെ ചിലർ ജിന്നായിപ്പോയി, വേറെ ചിലർ മരത്തിമ കയറിപ്പോയി. അങ്ങനെ ഓരോരുത്തരും ഇതൊക്കെ ഇന്ദ്രിയത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നതിന് പല ഡിസ്ക്വാളിഫിക്കേഷനും. അതെങ്ങനെ വന്നു? വെറും ഇന്ദ്രിയത്തിൽ നിന്ന് എല്ലാവരും സൃഷ്ടിക്കുന്നത്, എല്ലാവരും കഴിവ് ഒരുപോലെ ഉണ്ടാവണ്ടേ? പക്ഷെ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് രണ്ടുണ്ടായി. അല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിപ്പോൾ നമ്മളെ സൃഷ്ടിപ്പിനെ പറ്റിയല്ലേ ഇപ്പോൾ പറഞ്ഞത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകം പടച്ച തമ്പുരാൻ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം, ഈ ഭൂമി, ഈ പ്രപഞ്ചം തന്നെ, ഭൂമി മാത്രമല്ല ആകാശഭൂമികൾ സൃഷ്ടിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, കുൽ നബിയെ ചോദിക്കുക, അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈനി, 2 ദിവസം കൊണ്ട് ആണ് അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചത്. ആ റബ്ബിനെയാണോ നിങ്ങൾ തള്ളിക്കളയുന്നത്? അപ്പോൾ ഭൂമി ഉണ്ടാക്കാൻ അള്ളാഹ് എടുത്ത സമയം 2 ദിവസം. 2 ദിവസം ഭൂമി എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമുള്ള ഒരു സംഗതിയാണിത് അല്ലേ? ഭൂമി തന്നെ ഒരുപാട് സംഗതികൾ വേറുണ്ട്, നമുക്ക് പറയാം. അതുപോലെ അള്ളാഹു പറയുന്നു, ആ 2 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കി. എന്നാൽ ഭൂമിയിലേക്ക് സാധനങ്ങൾ വേണ്ടേ? വെറുതെ ഒരു ഭൂമി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹ് പറയുന്നു, ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിൽ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ, ഭൂമിയുടെ ഉപരിതലത്തിൽ അള്ളാഹു പർവ്വതങ്ങളെ സ്ഥാപിച്ചു. പർവ്വതങ്ങൾ ചെയ്യുന്ന സേവനം ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. വൽ ജിബാല ഔത്താദ, പർവ്വതങ്ങളെ അള്ളാഹു ആണികളാക്കി. ഒത്തിത് എന്ന വാക്ക് അറബികളെ സംബന്ധിച്ചോളം സുപരിതമാണ്. കാരണം അറബികൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ടെൻറ്റ് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പർവ്വതം. അതുകൊണ്ടാണ് അതിന് ആണി എന്ന് പറയാൻ കാരണം. വൽ ജിബാല ഔത്താദ, അത് അവിടെ നിർത്തിയത് അള്ളാഹു ഭൂമിയുടെ സയന്റിഫിക്കൽ ബാലൻസ് കറക്റ്റാക്കി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് പർവ്വതങ്ങൾ. അത് പറഞ്ഞിട്ടല്ല പറയാ,
ബാറക ഫീഹ, അതിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മൺസൂണിനെ കാറ്റിനെ തടുക്കുക എന്ന ഹിമാലയ പർവ്വതം മൺസൂൺ കാറ്റിനെ തടുക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അതിലൊരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖദ്ദറ ഫീഹ അഖ്വാതഹ, ഭൂമിയിലേക്ക് ആവശ്യമായ മുഴുവൻ ഭക്ഷണങ്ങളും അള്ളാഹു കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. ചിന്തിക്കണ്ടേ? ഭൂമിയിൽ ഇവിടെ വരുമ്പോൾ ഖദ്ദറ ഫീഹ അഖ്വാതഹ, അതും ഫി അർബഅത്തി അയ്യാമിൻ, രണ്ടും കൂടി 4 ദിവസം. 2 ദിവസം ഭൂമി ഉണ്ടാക്കാൻ, 2 ദിവസം ഭൂമിയിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും. എന്തൊക്കെ ഇവിടെ ഉള്ളത് നിങ്ങളും ചിന്തിച്ചു നോക്കാട്ടെ. നമ്മൾ ഖുർആൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരുക്കിയത്. ഈ ഭൂമിയിൽ തന്നെയാണല്ലോ കടൽ, ഈ ഭൂമിയിൽ തന്നെയാണ് നദികൾ, ഈ ഭൂമിയിൽ തന്നെയാണ് പർവ്വതങ്ങൾ, ഈ ഭൂമിയിൽ തന്നെയാണ് വനങ്ങൾ, ഈ ഭൂമിയിൽ തന്നെയാണ് എല്ലാത്തരം കോടാനുകോടി ജീവജാലങ്ങൾ, മനുഷ്യരല്ലാത്ത എല്ലാം മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി. ഇതെല്ലാം സൃഷ്ടിച്ചത് 2 ദിവസം. അപ്പോൾ 2 ദിവസം ഭൂമി സൃഷ്ടിക്കാൻ, 2 ദിവസം ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി നമുക്ക് റെഡിയാക്കി തരാൻ. ഇഞ്ഞോ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ 6 അയ്യാമിൻ, 6 ദിവസം അടുത്ത്. ഇപ്പം ഞാൻ പറഞ്ഞ് 2 ദിവസം ഭൂമിക്ക്, 2 ദിവസം ഭൂമിയിൽ ആവശ്യമായ ഭക്ഷണത്തിന്, 6 ദിവസം ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അടുത്ത 2 ദിവസം സുമ്മസ്തവ ഇലസമായി ഫസവ്വാഹുന്ന സബ്അ സമാവാത്തിൻ, 7 ആകാശങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ള പറയുന്നുണ്ട്. ഈ 7 ആകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു സുമ്മസ്തവ ഇലസമായി ഓഹിയ ദുഖാൻ, ആകാശം ഒരു പുകയായിരുന്നു. അതിനെ അള്ളാഹു ഫഖലാഹുന്ന സബ്അ സമാവാത്തിൻ, 7 ആകാശങ്ങളായി അള്ളാഹു നിശ്ചയിച്ചു. ഫീ യൗമൈൻ, 2 ദിവസം കൊണ്ട്. 6 ദിവസമായില്ലേ? 2 ദിവസം ഭൂമി ഉണ്ടാക്കാൻ, 2 ദിവസം ഭൂമിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരുക്കാൻ, 2 ദിവസം ആകാശവും ആ 7 ആകാശങ്ങളും 7 ആകാശങ്ങളുടെയും സപ്താകാശങ്ങൾക്കും ആവശ്യമായ കൽപ്പനകൾ അല്ലാഹ് പറയുന്നു. വൗഹാ ഫീ കുല്ലി സമാഇൻ അംറഹ, 7 ആകാശങ്ങൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തു. ഓരോ ആകാശവും ഭൂമിയോട് ചെയ്യേണ്ട സേവനം. എന്നിട്ട് പറയുന്നു വസയ്യന്ന സമാ ദുനിയ, ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശത്തിന് കൊടുത്തു ബി മസാബിഹ്, ചില വിളക്കുകൾ. വഹിഫ്ലൻ, ആ വിളക്കുകൾ തന്നെയാണ് ഭൂമിയുടെ സംരക്ഷണം ഏൽപ്പിച്ചത്. അഥവാ ഓസോൺ പാളികൾ പോലെയുള്ള മാരകമായ രശ്മികൾ തടുക്കാൻ. ആകാശത്ത് 2 ദിവസം സൃഷ്ടിച്ചു പറയുമ്പോൾ ആകാശ മണ്ഡലത്തിൽ എന്തെല്ലാം ഗോളങ്ങളാണ്, എന്താണ് അതിൻ്റെ അവസ്ഥ, എവിടെയാണ് പടച്ചോൻ ചിന്തിച്ച് ചിന്തിച്ച് റബ്ബുമായി അടുത്തു പോകും. ഈ പ്രപഞ്ചത്തിൽ തിന്നുക, സുഖമായി ജീവിക്കുക, രമിക്കുക, കിടന്നുറങ്ങുക എന്നതല്ല മനുഷ്യന്റെ ധർമ്മം. ചിന്തിക്കുക. ഈ പ്രപഞ്ചം 2 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഭൂമിയിലേക്ക് ആവശ്യമായ എല്ലാം, ആ എല്ലാം എന്ന് പറയുന്നിടത്തേക്ക് നമുക്ക് വരാം. അള്ളാഹു പറയുന്നു വീണ്ടും, അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ അള്ളാഹു ആകാശത്തെ നിർത്തിയിരിക്കുകയാണ്. ആകാശം ഭൂമിന്റെ ഇടയിൽ അള്ളാഹു തൂണ് വെച്ചിട്ടില്ല. സുമ്മസ്തവ അലൽ അർശ്, പിന്നെ അള്ളാഹുവിന്റെ സിംഹാസനം ഉണ്ടാക്കി. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നു. കുല്ലുൻ യജ്രി ഇലാ അജലിൻ മുസമ്മ, എല്ലാം ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഒരു വേഗത, സൂര്യന്റെയും ചന്ദ്രന്റെയും വേഗത ക്രമീകരിച്ചിടത്ത് ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ എന്തുണ്ടാവും? സഖറ ശംസ, സൂര്യനെ കീഴ്പ്പെടുത്തി തന്നതിന്റെ ഫലമാണ് ഇപ്പൊ ഇവിടെ ഈ മന്ത്രിമാരുടെ ഇത് മുഴുവൻ കൂടുന്ന ഒലങ്ങുന്നത് അല്ലേ? സൂര്യനെ കീഴ്പ്പെടുത്തിയതുകൊണ്ടാണുള്ള ഓല് കിടന്നിട്ട് സൗരോർജ്ജമായിട്ട് കഷ്ടപ്പെട്ടത്. മന്ത്രിമാർ മുഴുവൻ കുലുങ്ങിയില്ലേ? അല്ല സൂര്യനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഒരു സൂര്യന്റെ സൗരോർജം കൊണ്ട്, മനുഷ്യന്റെ ഊർജം ഉപയോഗിക്കാതെ തന്നെ സൗരോർജം കൊണ്ട് തന്നെ എത്ര ഫാക്ടറികളാണ് അള്ളാഹുവിന്റെ ഈ സൗരോർജം കൊണ്ട് നടത്തപ്പെടുന്നത്. ആലോചിച്ച് നോക്കൂ, ചിന്തിക്കണ്ടേ? ഒരൊറ്റ ചന്ദ്രൻ, അത് നിങ്ങൾ ഇവിടെ കേരളത്തിൽ നിന്നാലും ഇന്ത്യയിൽ എവിടെ നിന്നാലും രാഷ്ട്രത്തിൽ ഏത് രാഷ്ട്രത്തിൽ പോയാലും ഒരൊറ്റ ചന്ദ്രൻ, ആ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് അറിയണ്ടേ? എല്ലാം സഞ്ചരിക്കുന്നു, ഒരു അപകടവുമില്ല. അതൊരു ചെറിയ വ്യത്യാസം വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിൽക്കുന്ന സൂര്യൻ നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അല്പം താഴോട്ട് വരികയോ അല്പം മേൽപോട്ട് പോവുകയോ ചെയ്താൽ ഭൂമിയിൽ മനുഷ്യർക്കോ ജീവജാലങ്ങൾക്കോ ജീവിക്കാൻ കഴിയില്ല. അതങ്ങനെ കൃത്യമായി വെച്ചതാണ്.
അതാര് വെച്ചു? അവിടെയാണ് നമ്മൾ റബ്ബിനെ കണ്ടെത്താൻ പോകുന്നത്. ആ അള്ളാഹുവിനെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ ഇത്ര വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ച പടച്ചതമ്പുരാനുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോവുകയാണ് മനുഷ്യൻ. ആ അകലിൽ ചിലർ വ്യക്തികളിലേക്ക്, ചിലർ മഹാത്മാക്കളിലേക്ക്, ചിലർ ജാറങ്ങളിലേക്ക്, ചിലർ പുണ്യപുരുഷന്മാരിലേക്ക്, ചിലർ പുണ്യമരങ്ങളിലേക്ക്, ചിലർ ജിന്നുകളിലേക്ക്, ചിലർ മലക്കുകളിലേക്ക്, പിന്നെ ഓരോരുത്തർക്ക് തോന്നിയതുപോലെ പോവുകയാണ്. ഈ പടച്ചതമ്പുരാനെ വിട്ടിട്ട്, ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഈ നിലക്കൊരുക്കി തന്ന പടച്ചതമ്പുരാൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വസഖറ ശംസ വൽ ഖമർ കുല്ലുൻ യജ്രി ഇലാ അജലി മുസമ്മ. എല്ലാം അല്ലാഹു നിശ്ചയിച്ച ഒരു അവധി വരെ കൃത്യമായി സഞ്ചരിക്കും. അത് കഴിഞ്ഞാൽ നിൽക്കും. യുദബ്ബിറുൽ അംർ, അവനാണ് ഈ ഭൂലോകത്ത് കാണുന്ന സർവസ്വ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. യുഫസ്സിലുൽ ആയാത്തിലെ ഖൗമിൻ, ഒരു സമൂഹത്തിന് വേണ്ടി അല്ലാഹു ഇതാ ആയത്തുകൾ വിശദീകരിക്കുകയാണ്. യുഫസ്സിലുൽ ആയാത്ത് ലഅല്ലക്കും ബിലിഖാഇ റബ്ബിക്കും തൂഖിനൂൻ, നിങ്ങൾ റബ്ബുമായി കണ്ടുമുട്ടുമെന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനാണ് അത്രേ അല്ലാഹു ഇത്രയും വിശദീകരിച്ചത്. നോക്കുക, വഹുവല്ലദീ മദ്ദൽ അർള, ഭൂമിയെ അവൻ നിങ്ങൾക്ക് പരത്തി തന്നു, ഉരുണ്ട ഭൂമിയെ. വജഅല ഫീഹാ റവാസിയ, അതിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചു. വഅൻഹാറൻ, നദികളെയും. കേരളത്തിലൂടെ എത്ര നദികൾ ഒഴുകുന്നു എന്ന് സോഷ്യൽ സ്റ്റഡീസിൽ മാഷ് പഠിപ്പിച്ചാൽ പോരാ. ആ നദികൾ ഒഴിക്കുവാൻ ആരാന്നൊന്ന് പഠിക്കണം, ഒന്ന് ചിന്തിക്കണം. ഒമിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും. അല്ലാ, അതിൻ്റെ ഒക്കെ എണ്ണ എടുത്തപ്പോ. എന്നിട്ട് ജഅല ഫീഹാ സൗജൈൻ ഇസ്നൈൻ, എല്ലാ ഈ പഴവർഗ്ഗങ്ങളെയും രണ്ട് ഇരട്ടകളായിട്ടാണ് സൃഷ്ടിച്ചത്. ചിന്തിക്കുന്ന മനുഷ്യൻ, ഓരോരോ ആയത്തും മനുഷ്യനെ ചിന്തിപ്പിക്കുകയാണ്. യുഗ്ശിൽ ലൈലൻ നഹാറ, രാത്രിയെ കൊണ്ട് പകലിന് അല്ലാഹു പൊതിയും. ഇന്ന ഫീ ദാലിക ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തമുണ്ട്. വല്ലാത്ത ആയത്തുകളാണ് കടന്നു പോകുന്നത്. അല്ലാഹു വീണ്ടും പറയുന്നു, ഒരു ഭൂമിയിൽ ഒന്ന് പറമ്പ്, നമ്മൾ പറയുന്നത് പറമ്പാണ്, അതിൻ്റെ തൊട്ടപ്പുറത്തെത്തുമ്പോഴൊരു വയലാണ്, അതിൻ്റെ അപ്പുറത്തെത്തുമ്പോഴൊരു മരുഭൂമിയാണ്. അല്ലേ? ആരാക്കിയ ഒന്ന് നോക്കട്ടെ. ഖുർആൻ പറയുന്നു, വഫിൽ അർളി ഖിതഉൻ മുതജാവിറാത്തുൻ, ഭൂമിയിൽ തൊട്ട് കിടക്കുന്ന പ്രവിശ്യകളുണ്ട്. ഒരുപാട് പ്രവിശ്യകൾ അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. വജന്നാത്തിൻ മിൻ അഅനാബ്, മുന്തിരികളുടെ വൈവിധ്യമാർന്ന തോട്ടങ്ങൾ. ഒരു മുന്തിരി കറുപ്പ്, ഒരു മുന്തിരി ചുവപ്പ്, ഒരു മുന്തിരിക്ക് കുരുല്ല. അല്ലേ? നമ്മളൊരു കുരുല്ലാത്ത മുന്തിരിയാണ്. കുരുല്ലാത്ത മുന്തിരി ഫാക്ടറി ഉണ്ടായതല്ല. നമ്മളിതെല്ലാം കളർഫുള്ളാക്കി മേശമൽ വെച്ച് ആളെ വിരുന്ന് വന്നവനെ തരിപ്പിക്കല നമ്മളെ പണി, അല്ലാതെ ചിന്തിക്കലല്ല. കുറെ പച്ച, കുറെ നീല, കാശ്മീർ മുന്തിരി. കാശ്മീർ ഉണ്ടാക്കിയത് അത് ആണോ? അല്ല. അല്ലാഹു പറയുന്നു, ജന്നാത്തിൻ മിൻ അഅനാബ് വസർഇൻ, എന്തെല്ലാം കൃഷി. നോക്കൂ നിങ്ങൾ, ഒരു കൈപ്പക്ക, ഒരു വെണ്ടക്ക. വെണ്ടക്ക ഒന്ന് നീളമുള്ളത്, ഒന്ന് നീളം കുറഞ്ഞത്, അല്ലേ? അങ്ങനല്ലേ? വഴുതന പല ടൈപ്പ്, പച്ച, വയലറ്റ്, അല്ലേ? അത് തന്നെ ഉരുണ്ടത്, നീണ്ടത്. റബ്ബേ, സെറഇന്റെ ഒരു അവസ്ഥ. ഇതൊന്നും ഏതായാലും നമ്മൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പായില്ലേ? നമ്മളെ പറയല, നമ്മളെ വല്യാപ്പക്കും തലമുറ ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. കൃഷിക്കാരനാണെന്ന് പറയാറുണ്ട്. കൃഷിക്കാരനുണ്ടാക്കിയില്ല ഉണ്ടോ? കൃഷിക്കാരന് ഇതിൻ്റെ വിത്തെടുത്ത് ഭൂമി ഉഴുത് മറിച്ച് വൃത്തിയാക്കി വളമിട്ട് വിത്ത് അങ്ങോട്ട് ഇറക്കി. അത് മുളപ്പിക്കണോ വേണ്ടേ തീരുമാനിക്കുന്ന റബ്ബാ കേട്ടോ. ഒറ്റ മഴ കണ്ട് പെയ്താൽ കർഷകൻ ആത്മഹത്യ ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ പാകമായ പഴം കാറ്റടിച്ച് തകർന്നുപോയി. കാറ്റടിച്ച് മൂപ്പരടിച്ചല്ലോ, അല്ല. അപ്പൊ ചിന്തിക്കുന്നില്ല. പടച്ച തമ്പുരാനുമായി ബന്ധപ്പെടാൻ ചിന്തിക്കണം, എന്നിട്ട് വേണം അല്ലാഹു അക്ബർ എന്ന് കയ്യെട്ടാൻ. ചിന്തിക്കാത്ത മനുഷ്യൻ അള്ളാഹുമായി അടുത്തിട്ട് ഒരു കാര്യമില്ല, നമ്മളെ പോലെ ആയി പോകും. നമ്മളിപ്പോഴും അള്ളാഹിനോട് അടുത്തില്ല, പോകാനായി എല്ലാവരും, ഞാനടക്കം അടുത്തിട്ടൊന്നുമില്ല. ഒരിഞ്ചടുപ്പ് അള്ളാഹിനോട് നമുക്ക് നടന്നില്ല. കാരണം നമ്മൾ അള്ളാഹിനോട് അടുക്കുന്നൊരു വ്യക്തി സദാസമയവും ഒരുപാട് ചിന്തിക്കും, ചിന്തിച്ചേ സംസാരിക്കൂ, ചിന്തിച്ചേ പ്രവർത്തിച്ചു. കാരണം പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ശില്പി മഹാനായ റബ്ബ് എല്ലാം കാണും, കേൾക്കും, അറിയും.
അത്ര വ്യവസ്ഥാപിതമായിട്ടാണ് ഈ ഭൂമി അല്ലാഹു ഉണ്ടാക്കിയത്. ഇവിടുത്തെ ഒരു ശബ്ദവും പുറത്തു പോവില്ല. ചിന്തിക്കൂലേ? അങ്ങനെ ചിന്തിക്കണം. അപ്പോഴാണ് മനുഷ്യൻ അള്ളാഹുമായി ബന്ധം വരുന്നത്. അപ്പോഴാണ് മനുഷ്യൻ ശിർക്കിന് പോകുന്നത്. നിങ്ങൾ ഏത് ശിർക്കിലേക്ക് പോണ ആളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ഏത് ജാറത്തിലേക്ക് പോണ ആളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇത് ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലത്തെ ഇബാദല്ലേ, ദാസന്മാരല്ലേ, സൃഷ്ടികളല്ലേ, പടപ്പുകളല്ലേ, എന്തിനാ നിങ്ങൾ പോണത്? ഒരു ചിന്തയില്ല. നിങ്ങൾക്ക് എന്താണ് ഇവർ തന്നത് ചോദിച്ചു നോക്കൂ. ഏത് ഭീമാ പള്ളിയിലോ ഏത് ജാറങ്ങളിലോ മക്ബറകളിലോ ഏത് ജിന്നോ എന്താ നിങ്ങൾക്ക് തന്നത്? എന്ത് തന്നു? അറൂനി മാതാ ഖലഖല്ലദീന മിൻ ദൂനി, പടച്ചോന് പുറമെ നിങ്ങൾക്ക് തന്നതൊന്ന് കാണിച്ചു താ എന്ന് അല്ലാഹ് ചോദിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു അംശം അല്ലാഹു അല്ലാത്തവർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു താ റബ്ബ് ചോദിക്കുകയാണ്. എന്ത് കാണിച്ചു കൊടുക്കും? റബ്ബ് സൃഷ്ടിക്കാത്തൊരു വസ്തു ചൂണ്ടിക്കാണിക്ക്, അത് ഇന്നാള് സൃഷ്ടിച്ചതാന്ന് പറയും. എന്താ സൃഷ്ടിച്ചവനോട് ആരാധിക്ക്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മാപ്പിളമാരെ എന്നല്ല, ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളുടെ സന്ദർഭത്തിനനുസരിച്ച് നിങ്ങളുടെ ഉയർച്ചയും വളർച്ചയും ഉണ്ടാക്കി തന്ന റബ്ബിനെ ആരാധിക്കണം. പ്രാർത്ഥന വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. നിങ്ങളെ സൃഷ്ടിച്ചത് ആരാന്ന് നിങ്ങൾ അറിയണം. ഈ സൃഷ്ടിപ്പ് നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളാ ചെയ്തെന്ന്. എന്താണ് പടച്ച തമ്പുരാനെ? മനുഷ്യന്റെ ശരീരം സുബ്ഹാനല്ലാഹ് തരുത്തു പോവും. അതല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തെ കുറിച്ച് അവരൊന്ന് ചിന്തിക്കട്ടെ, എന്നിട്ട് റബ്ബുമായി വഴങ്ങട്ടെ റബ്ബിനോട്. ആ ശരീരത്തിലെ ഒരു കാര്യം എടുത്തിട്ട് അല്ലാഹു പറഞ്ഞോ, അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണ് നാം അവർക്ക് നൽകിയില്ലേ? ആ കണ്ണ് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ കണ്ണ് ഉറങ്ങാറില്ലേ? എന്താ ഉറങ്ങുന്നതിന് കാരണം? നമ്മൾ പറയും ഭയങ്കര തലവേദന, ഒന്ന് ഉറങ്ങിയാൽ തീരുന്നു. ആര് പറഞ്ഞു? വല്ലാത്ത സങ്കടം, ഒന്ന് കരഞ്ഞാൽ തീരും. ചിലർ പറയും ഓൾ കരയട്ടെ, കുറച്ച് കരയട്ടെ, ദുഃഖം കൊണ്ട് ആ കണ്ണീരോട്. ആ വ്യവസ്ഥ ഉണ്ടാക്കിയവൻ ആര്? ആ കണ്ണീരോട് കൂടി തൻ്റെ ദുഃഖം ഒലിച്ചു പോകാനുള്ളൊരു വെള്ളം നിങ്ങൾ എവിടെ? നിങ്ങളെ തലൻ്റെ മുകളിൽ ടാങ്ക് ഉള്ളത് കണ്ണീരിൻ്റെ? നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കി. കണ്ണീര് വരാൻ ഒരു ടാങ്ക് വേണ്ടേ? എവിടുന്നാ വരുന്നത് നിങ്ങൾക്കറിയോ? ദുഃഖം വന്നാൽ കണ്ണീര് വരുന്നുണ്ട്, കണ്ണീര് വന്നാൽ സങ്കടം ഒഴുകിപ്പോകുന്നുണ്ട്. അങ്ങനെ സങ്കടം ഒഴുകിപ്പോകാൻ ഒരു കണ്ണീരിന്റെ അംശം വ്യവസ്ഥ ചെയ്തവൻ ആര്? ആ റബ്ബിനോട് ബന്ധം വേണ്ടേ? അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിച്ച് രണ്ട് കണ്ണ് തന്നില്ലേ? നമ്മൾ ആ കണ്ണ് ഉപയോഗിക്കുന്നത് ചിന്തിക്കാനോ കാണാനോ ഒന്നല്ല, അല്ല, നമ്മൾ സൂഹിക്കാൻ വേണ്ടി മാത്രം ആ കണ്ണ് ഉപയോഗിക്കല്. ലിസാനൊരു നാവ് തന്നില്ലേ? ആ നാവുകളാലോ എന്താ നാവ്? നാവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആലാക്കിന്റെ സാധന. കാരണം ഓൺ ദ സ്പോട്ടിൽ നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ടെക്നീഷ്യൻ്റെ ലാബ് കൊണ്ടുപോയിട്ട് ഒരു സാധനം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ ഒരു പറയും 10 മിനിറ്റ് ചെയ്യട്ടെ അല്ലേ? നിങ്ങൾ നാവിൽ ഒരു സാധനം വെച്ചാലോ, ഒരു പഞ്ചസാര അങ്ങോട്ട് വെച്ചാൽ അപ്പം പറയും നാവ് മധുരമാണ്. ഒരു കയ്പൊക്കെ വായിലിട്ട അപ്പം പറയും നാവ്, തന്നെ വരും റിപ്പോർട്ട് കയ്പാട്ടോ. ഉപ്പ് നാവുമേൽ വെച്ചാൽ ഓ പുളിയാട്ടോ, ഉപ്പിന്റെ രസം വന്നു ഉടനെ അല്ലേ? നാവ് ഭയങ്കര ലബോറട്ടറിയാ. ആ നാവ് തന്നില്ലേ? ഇനി നാവോ ബലാക്കിന്റെ ബോറ്, അത്ഭുതങ്ങളിൽ അത്ഭുതം. സുബ്ഹാനല്ലാഹ്. അതൊക്കെ അല്ലാഹ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കണം. ഞാൻ നാവിൻ്റെ ഉള്ളിൽ എൻ്റെ ഈ 2 വായൻ്റെ ഇടയിൽ നാവിട്ട് ഞാൻ കറക്കിയപ്പോൾ മലയാളം വന്നില്ലേ അല്ലേ? അത് ഞാൻ മലയാളിയാനെ കൊണ്ടല്ലേ? അത് അറബി ഇറക്കിയാലോ? ഒരു അറബി വായൻ്റെ ഉള്ളിൽ നാവിട്ട് കറക്കിയാൽ അറബി വരൂലേ? തമിഴൻ കറക്കിയാൽ തമിഴ് വരൂലേ? ഹിന്ദി രാജ്യത്ത് എനിച്ചോ നാവിട്ട് കറക്കിയാൽ ഹിന്ദി വരൂലേ? ഇംഗ്ലീഷ് സംസാരിക്കുന്നോടത്ത് നാവിട്ട് കറക്കിയാൽ ഇംഗ്ലീഷ് അല്ലേ വരത്ത് അല്ലേ? അത്ഭുതല്ലേ? ഈ ഭാഷകളൊക്കെ വഴങ്ങുന്നു ഈ നാവിന്, ഈ രുചികളെല്ലാം വഴങ്ങുന്നു ഈ നാവിന്. ഒരു നാവും കണ്ണുള്ളൂ ഈ ശരീരത്തിൽ ആണോ? നമ്മളെ ഈ ഒരൊറ്റ പല്ലോണ്ട് എത്ര ആളാ സൂഹിക്കുന്നത് അറിയുള്ളൂ? ഡോക്ടർമാർ എത്രയാണ് അതിൻ്റെ മുകളിൽ? ഡെന്റിസ്റ്റ്, ആദ്യം വെറു ഡെന്റിസ്റ്റ് ഉണ്ടായിരുന്നത്, ചെല്ലിനോലത് മുഴുവൻ പറിക്കലേ. ഇപ്പോൾ അതിൻ്റെ മുകളിൽ മോണക്കൊരാൾ, മോണൻ്റെ പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് RCT, അതിന് വേറെ ആളാണ്. വെറും ഒരു പല്ലിന്റെ മുകളിൽ ആ ഡോക്ടർ അയാളെ മണിമേട പടുത്തുയർത്തി
അയാൾ ഗേറ്റും കാറും ബംഗ്ലാവും ഉണ്ടാക്കി. ആകെ അയാൾക്ക് കാണാനുള്ളത് ആളുകളെ പല്ല് മാത്രം. അയാൾക്ക് കിട്ടേണ്ടതും പല്ല് മാത്രം, വേറെ ഓടിയും കിട്ടിയിട്ടൊരു കാര്യമില്ല. വേർത്തുന്നത് ആ ശരീരത്തിൽ തന്നെ ജീവിക്കുന്നു. ഓൻ്റെ പേര് സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്നാ. ഓനതാ ബ്യൂട്ടീഷ്യൻ കോഴ്സ് വരെ നടത്തുന്നു. എന്ത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തിയിട്ട് ഒരു കാര്യമില്ല, പൈസ പോകുന്നല്ലാണ്ട്. സ്കിന്നൊന്നും ആവില്ല, സ്കിന്ന് വെളുക്കൂല്ല കറുക്കൂല്ല കേട്ടോ. പിന്നെ വേർന്ന് കുറേ നേരം ഈ ബാർബർ ഷാപ്പ് പോലത്തെ സ്ഥലത്ത് പോയിട്ട് നിങ്ങളിങ്ങനെ മോന്തമല വരുത്തിയാൽ അതിൽ ലേശം വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ വരുത്തിയാൽ മുകളിലുള്ള തൊലിയൊക്കെ ഇങ്ങനെ പോകും. പിന്നെ അങ്ങനെ നോക്കിയാൽ നല്ല മൈത്തുണ്ടാവും കേട്ടോ. അതുപോലെ ബന്ധം അപ്ലൈ ചെയ്യും. ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 മൈദമാവ് കുഴക്കും പോലെ കുഴച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ടപ്പ് ടപ്പ് എന്നുകൊണ്ട് അടിയും അടിച്ചാൽ പൊറാട്ട കുഴച്ചായിരിയായി. പിന്നെ മോന്തം ഇട്ട് നോക്കുമ്പോൾ തിരക്കില്ലാന്ന് തോന്നി. പിറ്റേന്ന് രാവിലെ നേരം വെളുത്ത് നോക്കുമ്പോൾ ഇതൊരു ഒരു വലിയ ഒന്നുമില്ല. അപ്പോൾ ഓൻ ആദ്യം പോകുമ്പോൾ പറയും 10 ദിവസത്തേക്ക് ഇത് ചെയ്യണം, എന്നാലേ ഓനക്കൊരു 500 വീതം 10 ഓൻ 5000 ഉറുപ്പിക പെട്ടി. നമ്മളെ മോന്തെ അങ്ങനെ തന്നെ. നമ്മളെ തൊലിമ മാത്രം അത് പഠിക്കാൻ എത്ര ലക്ഷം ഉറുപ്പ്യ പടച്ചോൻ തന്ന ഈ സ്കിന്നിനെ പറ്റി പഠിക്കാൻ എത്ര ലക്ഷം ഉറുപ്പ്യ. നമ്മളെ പോരന്റെ മുമ്പിൽ നമ്മളെ മോൻ ഒപ്തോമോളജിസ്റ്റാണ്, കണ്ണിൻ്റെ ആളാണ്. ഒരു ബോർഡ് വെച്ചാൽ അഹങ്കാരമായില്ലേ അല്ലേ? ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് നമ്മൾ ബോർഡ് വെച്ചാലായില്ലേ? അരാക്കിയപ്പെട്ടുള്ള ഒരു ബോർഡ് വെച്ചാലോ ഗൈനക്കോളജിസ്റ്റ് അല്ലേ? ഹാർട്ടിന്റെ മുകളിലുള്ള ആൾ എൻ്റെ പടച്ചോനേക്കാൾ വലിയ ആളാ. അല്ലാ, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറാണ്. ഹാർട്ട് തന്നവനോട് ഒരു വലിയില്ല. ഹാർട്ടിന് ഇങ്ങനെ V1 V2 അടക്കുക തുറക്കുക പണി. എന്താ വ്യവസ്ഥ! നമ്മളെ ഉമ്മാൻ്റെയും പാപ്പാൻ്റെയും യഹ്റുജുമിൻ ബൈനി സുൽബി വത്തറായിബി, മാതാവിൻ്റെ മാറലിൽ നിന്നും പിതാവിൻ്റെ മുതുകലിൽ നിന്നും ഇന്ദ്രിയം പുറത്തേക്ക് വന്നപ്പോൾ ഹാർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് V1 V2 ഒന്നും ഉണ്ടായിരുന്നില്ല. അടിയില്ല, തുറക്കണില്ല. ഉണ്ടായിരുന്നോ? ചിന്തിക്കണ്ടേ? അത്ഭുതല്ലേ? പടച്ച തമ്പുരാനെ നിങ്ങൾ ശരിക്കും മുഖാമുഖം കാണണം, എന്നിട്ട് വേണം അല്ലാഹു അക്ബർ എന്ന് കയ്യട്ടെ. അല്ലാണ്ട് ബാങ്ക് കൊടുത്തിക്കണ് കെട്ടുകൂടി എല്ലാവരും കൂടി അവിടെ കെട്ടി. അതുകൊണ്ടാണല്ലോ നിസ്കരിച്ച് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് നീ പരിശുദ്ധൻ. എന്താ അല്ലേ? എന്താ പടച്ചോന്റെ കഴിവുകൾ ആലോചിച്ച് നോക്കൂ. പടച്ചോൻ ഈ ഇന്ദ്രിയത്തിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചപ്പോഴേ കൈവരലിന്റെ ഓരോ വരകളും വല്ലരുത് വ്യത്യാസം. ഈ ഒരു മുടി അബ്ദുൽ ലത്തീഫിനല്ലാണ്ട് നിങ്ങൾക്ക് ആർക്കും ഇല്ല എൻ്റെ മുടി. അതുകൊണ്ടുള്ള കേസിൽ, പ്രമാദമായ കേസിൽ ഒരു മുടി കിട്ടിയാൽ മതി ധാരതാന്ന് കണ്ടെത്താൻ കഴിയും. എത്രയാണ് പടച്ചോൻ വൈവിധ്യം ഉണ്ടാക്കിയത് ചിന്തിക്കണ്ടേ? വെറുതെ ഇങ്ങനെ തിന്നുക, കുറേ കോയിനെ വാങ്ങുക, അതിൻ്റെ ഉള്ളിൽ മാന്തി അതിൽ കോയിമുട്ട ഇറക്കുക, അതിനെല്ലാം വേറൊരു ആടിനെ വാങ്ങി അതിനറുത്ത് അതിൻ്റെ എല്ലാം മാന്തി എടുത്തിട്ട് ഈ കോയിനി മുട്ട ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റുക, എന്നിട്ട് ഒരു മൈദമാവ് കൊണ്ട് കഫൻ ചെയ്യുക, എന്നിട്ട് ആർക്കെയും കൊണ്ടേ നക്കാൻ കൊണ്ട് കൊടുക്കുക. ഇതല്ല നമ്മളെ പണി, നമ്മളെ ഉത്തരവാദിത്തതല്ല. എന്നിട്ട് അതിന് പറയുക കോൾ കൊടുത്തേക്കാണ്. എന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞു ഭയങ്കര സ്നേഹം കൂടാനാണ്. ഈ കോളൊന്ന് കൊടുത്തയച്ചു നോക്കിയാണ് ഞാൻ ഈ പറഞ്ഞ കോള്. ചിന്തിക്കണ്ടേ? മനുഷ്യൻ ചിന്തിക്കുന്നില്ല. അതാണ് പടച്ചമ്പുരാൻ പറയുന്നത്. നിങ്ങൾ കേട്ടോ? ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും കേട്ടോ. ചിന്തിപ്പിക്കുകയാണ് അള്ളാഹുലേക്ക് എടുക്കാൻ. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അത് തന്നെ വേണം. ജാറത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ആലോചിക്കും ഈ ചങ്ങായി എന്താ ഉണ്ടാക്കിയെന്ന്. ഈ കെടുക്കുന്ന ജാറുണ്ടല്ലോ എന്ത് പിണ്ണാക്ക ഉണ്ടാക്കിയെന്ന് ആലോചിക്കൂലേ? അയാൾ എന്നെ എടുക്കുന്ന ഭൂമിയിലെ അള്ളാന്റെ. ചിന്തിക്കൂലേ? അള്ളാന്റെ ഭൂമിയിലല്ലേ ജാറം, മൂപ്പര് സ്വന്തം ഉണ്ടാക്കിയല്ലോ. ഉണ്ടോ? ഒരു സംഗതിയും നമുക്ക് ചെയ്തു തരാത്ത ആളുകളെയാണ് ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. എല്ലാം ചെയ്തെന്ന് റബ്ബിനെ വലിച്ചെറിയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അള്ളാഹു പറയുന്നു ഭൂമിയിൽ അള്ളാഹു വ്യത്യസ്ത പ്രവിശ്യകൾ. ആ പ്രവിശ്യകളെ പറ്റി അള്ളാഹു പറഞ്ഞു ഒരുപാട് മുന്തിരിത്തോട്ടങ്ങൾ അതിലുണ്ടാക്കി. കൃഷി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് വർത്താൻ തുടങ്ങിയത്. കൈപ്പക്ക, വഴുതന അല്ലേ, വെണ്ട, പച്ചക്കറികളൊന്നും ഒരാൾ ആലോചിച്ച് നോക്കിയാടെ. എന്താ ഓരോന്നിങ്ങനെ നിലത്ത് ഇങ്ങനെ കിടക്കുന്നത്. അതിനുള്ള കക്കിരി, പിന്നെ വെള്ളരി അല്ലേ, വത്തക്ക, മത്തൻ അല്ലേ, ചേന, ചേമ്പ്. ഇതൊക്കെ വല്യാപ്പ ആ ഫാക്ടറിയിലാണ് നമ്മളെ. ഇത് ഇവിടുന്ന് വന്ന് ഒന്ന് ചിന്തിക്കണ്ടേ? 1 കിലോ പൂളാന്ന് പറയുമ്പോൾ വെറുതെ ചിന്തിക്കണ്ടേ? വേണ്ടേ? ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം ഒരു ചിപ്സ് വാങ്ങാൻ പീടിയെ ചെന്ന്. അപ്പോൾ അവിടെ അങ്ങനെ ചിപ്സ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ കരഞ്ഞു.
അയാൾ കരഞ്ഞപ്പോൾ പീഡിയക്കാരൻ പറഞ്ഞു ഇപ്പം തരങ്ങൾ കരയണ്ട ഇപ്പം തരാ പറഞ്ഞു. പറഞ്ഞു ഞാൻ നിങ്ങൾ സ്വാതന്ത്ര്യമായിട്ട് കരഞ്ഞതല്ല, ഞാൻ തഫക്കർത്തു നാറ നരകത്തെക്കുറിച്ച് ചിന്തിച്ചു പോയി ഇവിടെ നിന്നപ്പം. ഈ അടുപ്പ് കണ്ടപ്പോൾ പടച്ച തമ്പുരാന് ഇത് തന്നെ ഇവിടെ നിൽക്കാൻ അടുത്തിക്കാൻ കഴിയില്ല, ഇതിൻ്റെ ഉള്ളിലും അല്ല ഞാൻ നരകാണേ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് കരഞ്ഞത്, അല്ലാതെ ഞങ്ങൾ ചിപ്സ് തരാൻ നേരം പോയിട്ട് കരഞ്ഞതല്ല. ഒരിക്കൽ ഒരു ലോകം കണ്ട ലോകപ്രശസ്തനായ പണ്ഡിതൻ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ആളുകളുമായി കൂട്ടാളികളുമായി പള്ളിയിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് കാറ്റ് വന്ന് സെയ്ത്തെണ്ണയിൽ കത്തിക്കൊണ്ടിരുന്ന വിളക്ക് കെട്ടുപോയി. അമ്മത്തിൽ നുൽമത്തു അൽ ഉർഫ, റൂമിൽ മുഴുവൻ ഇരുട്ട് വ്യാപിച്ചു. അപ്പം എല്ലാവരും വെളിച്ചം തിരയുകയാണ്. അങ്ങനെയാണല്ലോ, ലൈറ്റ് പോയാൽ എല്ലാവരും വെളിച്ചം തിരയലാണല്ലോ. പെട്ടെന്ന് ലൈറ്റ് തിരഞ്ഞിങ്ങനെ ഒരു വെളിച്ചം തേപ്പട്ടി കിട്ടി ലൈറ്റ് കത്തിച്ച് നോക്കുമ്പോൾ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി കരയുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഫമാ യുബിക്കിക്ക് എന്താ കരയാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ സുഫിയാനു സൗരി പറഞ്ഞു ഞാൻ തദക്കർത്തുൽ ഖബ്റ, ഞാൻ ഖബറോ ചിന്തിച്ചു പോയി. ഖബറിൽ ഇതിനേക്കാൾ വലിയ ഇരുട്ടല്ലേ, ആരുമില്ലല്ലോ, ഞാൻ പെട്ടെന്ന് ഓർത്താതാണ്. നമുക്കൊക്കെ കറണ്ട് പോയാൽ നമ്മൾ എന്തെങ്കിലും ഖബർ ഓർത്തിടണം, അങ്ങനെ ചിന്തിക്കുന്ന ആവശ്യം നമുക്കില്ല. ഖബർ വേറെ പണിയൊന്നുമില്ലല്ലോ, ഖബറിലേക്ക് പോകുമ്പോൾ പോകാതല്ലാണ്ട് അതിൻ്റെ മുമ്പ് ചിന്തിക്കേണ്ട ആവശ്യം എന്താ? അതുകൊണ്ട് തന്നെയുള്ള നമ്മൾ നേരാവാത്തത്. നമ്മൾ വളഞ്ഞാണല്ലോ പോകുന്നത്, നേരക്ക് പോകാൻ നമ്മളെ കൊണ്ട് കഴിയാത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കൃഷികൾ, എന്തെല്ലാം കൃഷികൾ അല്ലേ. ചില സ്ഥലത്തുനിന്ന് പറയും ഈ ഫ്രൂട്ട്സ് തായ്ഫ് എന്ന് വന്നതാണ്. തായ്ഫ് മൂപ്പര ഒന്നുണ്ടാക്കിയാണല്ലോ, തായ്ഫ് ഭൂമിയാണ്, അല്ലുണ്ടാക്കിയ ഭൂമിയല്ല. അവിടെ വിളയുന്ന ആപ്പിള് അത് കാശ്മീരിലാണ്. മറ്റും ഓരോ ചില മുന്തിൻ്റെ മുകളിലൊക്കെ പൊട്ട് തൊട്ട് കൊടുക്കും, ഒരു ഗിൽട്ടോണ്ട് ചോപ്പ് പ്രത്യേകം ഇറക്കുമതി ചെയ്തതാന്ന് പറയാൻ, നമ്മളെ പറ്റിക്കാനുള്ള പണിയാണ് പീഡിയക്കാരൻ്റെ. ആപ്പിളിൻ്റെ മുകളിലൊരു ചെറിയ സ്റ്റാമ്പ് ഒട്ടിക്കൽ, വില കൂടിയ സാധനമാണെന്ന് അറിയാൻ മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ച് കൊട്ടാരും വീടും കാറും സൗകര്യങ്ങളും ഒക്കെ ഇത് വിറ്റുണ്ടാക്കിയിട്ട് പോലും ആ ഉണ്ടാക്കി തന്നവനെ പറ്റി ചിന്തിക്കാനോ ആ റബ്ബിനോട് ഒരു നന്ദി കാണിക്കാനോ നമ്മൾ തയ്യാറായില്ല. ഉണ്ടോ? ഇല്ല. എന്നിട്ട് പറയാല്ല ഓ നഖീലിൻ, ഈത്തപ്പന. അടച്ചോന ഇന്നും നിങ്ങൾ കണ്ടില്ലേ, ആ വെല്യങ്ങാട്ടിലൊന്ന് പോയി നോക്കി, ഈത്തപ്പൻ്റെ കച്ചവടം ചെയ്തിട്ട് കോടീശ്വരന്മാരാണ്. ടണ്ണ് കണക്കിനല്ലേ വരുന്നത്. അവിടെ പോയി നോക്കേണ്ടി ഓരോരോ ഷോപ്പിൻ്റെ പേരും വെച്ചിട്ട്, അത് കുരുള്ള കാരക്ക, കുരുല്ലാത്ത കാരക്ക, അത് തന്നെ പല സൈസ് വെറൈറ്റി ഉള്ള കാരക്ക എല്ലാം അള്ളാഹു ഉണ്ടാക്കിയതാണ്. സിൻവാനും വയറ് സിൻവാൻ, മുരടുകളുള്ള കാരക്ക, മുരടില്ലാത്ത കാരക്ക, രണ്ടും റബ്ബത പറഞ്ഞു ഉണ്ടോ, ഒക്കെ അള്ള ഉണ്ടാക്കിയതാണ്. യുസ്കാബി മായും വാഹിദ്, ഇതൊക്കെ ഉണ്ടായത് ഒരേ മൂലകത്തിൽ നിന്നുള്ള വെള്ളം, ആകാശത്തിനിറങ്ങിയ ഒരൊറ്റ മൂലകത്തിൽ നിന്ന് വന്ന വെള്ളം കൊണ്ടാണ് ഈ വൈവിധ്യമാർന്ന കൃഷി മുഴുവങ്ങൾ ഉണ്ടാക്കിയത്. ചിന്തിക്കണ്ടേ? വേണ്ടേ? കയ്പൊക്കെ കൊഴിച്ച അതേ വെള്ളം തന്നെ വെണ്ടക്ക കൊഴിച്ചത്, വെണ്ടക്ക കൊഴിച്ച വെള്ളം തന്നെയാണ് നിങ്ങൾ പച്ചമുളകിന് ഒഴിച്ചത്. വ്യത്യാസം വന്നില്ലേ സാധനം? ഒന്ന് ചിന്തിക്കണ്ടേ? പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ മൈദമാവ് ഇട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ തിന്നാൻ ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ കാണിക്കുന്നതാണ് ചാനലിലൊക്കെ. നീളത്തിലല്ലാണ്ട് വട്ടത്തിൽ മുറിച്ചു പോയാൽ തിന്നാൻ കഴിയില്ലേ? എന്നിട്ട് ഓരോരോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന പാചക രീതി അത് പഠിക്കാൻ കുറേ ബുക്കും. ഈ സാധനം മുറിച്ചിട്ട് പോലും ഈ തക്കാളിക്ക് പഠിച്ചോളൂ, ഈ ചുവപ്പ് നിറ ആരാ കൊടുത്ത്? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചിന്തിച്ചു വത്തക്കനെ പറ്റി പറഞ്ഞപ്പം, വത്തക്കൻ്റെ പുറത്ത് ലീഗ്, അകത്ത് നോക്കിയപ്പോൾ മാർക്സിസ്റ്റ് ഓല അതേ ചിന്തിച്ചു. പച്ചാറുള്ള വത്തക്കക്ക് പുറത്ത് ലീഗ്, അകത്തൊക്കെ കമ്മ്യൂണിസ്റ്റ് ചേരാം എന്ന് പറഞ്ഞു. അതുപോലെ ഒരു ചിന്ത വേണ്ടേ? ഒന്നുമില്ല, അങ്ങനെ തിന്ന് തന്നെ. എങ്ങനെ വെണ്ടക്കനെ പൊരിച്ച് തിന്നാൻ പറ്റും നോക്കുക. അപ്പോൾ വെണ്ടക്ക പൊരിക്കാം, കയ്പക്ക, മുരിങ്ങാക്കായില്ലേ, അതൊക്കെ അങ്ങനെ ആയത്? 250 മുരിങ്ങാക്കായി, ചെമ്മീൻ ഐക്യം സിന്ദാബാദ്. പച്ച മാങ്ങ, മുരിങ്ങാക്കായി, ചെമ്മീൻ ഐക്യം സിന്ദാബാദ്, അത് മുണങ്ങി. എന്നിട്ട് ചിന്തിച്ചില്ല. എന്നിട്ട് മുരിങ്ങാക്കായി എല്ലാ കായ് ബലവും ഉണ്ടാക്കുന്നു. ആ 250 മുരിങ്ങാക്കായി വാങ്ങിയാൽ തന്നെ ചിന്തിക്കണം, കൈ പിടിച്ചാൽ ഉണ്ടോ? അതിന് ഇത്ര നിങ്ങൾ ആരെ കൊടുത്ത് ആലോചിക്കണ്ടേ? ഒരു ആലോചനയില്ലല്ലോ, ഒരു ചിന്തയില്ല. എന്നിട്ടല്ല പറയാ തിന്നുമ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തമായ രുചി അള്ളാഹു ഉണ്ടാക്കി. ആപ്പിളിൻ്റെ രുചിയെല്ലാം ഓറഞ്ചിൻ്റെ
തൊട്ട അഞ്ചനാണ് മുസമ്പി. രണ്ടാളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അറിയാം. അതേമാതിരി തന്നെ അല്ലേ, ചുള വരെ കിട്ടും, പക്ഷെ ടേസ്റ്റ് വ്യത്യാസം. അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് മാതോളി അരങ്ങ. ഇപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തുണ്ട്. പാലക്കാട്ടിൽ നിന്നൊരു സാധനം വരുന്നത് എന്താണ്, പനളഞ്ഞി. അതിൻ്റെ ഉള്ളിൽ 5-8 ഒന്നിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അത് മാന്തിയിട്ട് അതും വാരി തിന്നുണ്ട്. എന്ത് കയറ്റിയിട്ട് ബുദ്ധി മാത്രം വരുന്നില്ല. തടി ഇങ്ങനെ കൂടുന്നുണ്ട് അള്ളാൻ്റെ തിന്നിട്ട്. തലച്ചോറിൻ്റെ അകത്ത് ഒരു ആൾ താമസം വരുന്നില്ല. ഞാൻ നമ്മളെ പറ്റിയല്ല കേട്ടോ പറഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളെ പറ്റി തന്നെ ചിന്തിക്കണം, ഒരുപാട് ചിന്തിക്കണം. ചിന്തിച്ച് റബ്ബുമായി അടുക്കണം, അതാണ് വേണ്ടത് കേട്ടോ. അല്ലാണ്ട് പടച്ചോനുമായി ബന്ധപ്പെടാൻ ഒരു കാരണവശാലും അല്ലാത്ത രൂപത്തിൽ കഴിയുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ അറിയിക്കുന്നത്. അതുകൊണ്ട് പടച്ച തമ്പുരാനുമായി അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇങ്ങനൊന്നും ചിന്തിക്കാതെ ആളുകൾ ജീവിക്കുന്നുണ്ട്. ചിന്തിക്കാത്ത ആളുകൾ നരകത്തിലേക്കാണ് അല്ലാഹ് പറഞ്ഞു. ഫ്രോയിഡ് പറഞ്ഞു, ഫ്രോയിഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, മനഃശാസ്ത്രജ്ഞനാണ്. ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, മനുഷ്യൻക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന തലച്ചോറ് ഒരു ശാസ്ത്രജ്ഞൻ 6% ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കി 94% ഉപയോഗിക്കാണ്ട മണ്ണ് കൊണ്ടുപോയി മറാടുക എന്ന. അത്ര പവർഫുള്ളാണ് നമ്മളെ തലച്ചോറ്, ഉപയോഗിക്കില്ല കേട്ടോ. തിന്നാൻ എന്ത് വേണ്ട, തലച്ചോറ് വേണ്ട. ഭ്രാന്തനും തിന്നൽ തൊള്ളയെ കൂടെ തന്നെ. ചോറിൻ്റെ ഉരുള നിങ്ങൾ ഉറ്റിയിട്ട് ഒരു ഭ്രാന്തൻ കൊടുത്തു നോക്കി ചവിട്ടി കൂടെ ഇടുമോ? ഓനും വായ കൂടെ തന്നെ ഇടുക. അപ്പോൾ തിന്നാൻ എന്ത് വേണ്ട, ബുദ്ധി ഉപയോഗിക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കൈ കിട്ടിയ തിന്നാൻ കിട്ടിയ ഓരോരോ ജോലി ഉണ്ടല്ലോ, അതൊന്നും നിങ്ങളെ പവറോട്ട് കിട്ടിയതല്ല. ആണോ അധ്വാസേ? അല്ല. അത് എങ്ങനെയോ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പ്രൊഫസർ അദ്വായി അങ്ങനെ നിന്നതേ. അതിൻ്റെ തൊട്ടടുത്ത് ആലിക്കാക്ക മുമ്പ് കുറേ കാലം ഗൾഫിൽ. ആരെ പറഞ്ഞ് ഗൾഫിൽ പോകണം അതൊക്കെ തീരുമാനിച്ച ഡിസൈഡ് ചെയ്ത റബ്ബുണ്ട്. ചിന്തിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തരും തിന്ന ചോറ് അള്ളാഹു ഒരുക്കിയതെങ്ങനെ ചിന്തിക്കണം. വിചാരിച്ചാൽ കയ്യൂല അവിടെ എത്താൻ കേട്ടോ. അപ്പം അതുകൊണ്ട് പടച്ചോനെ പറ്റി ചിന്തിക്കുക. ചിന്തിക്കാതിരുന്നാൽ അള്ളാഹ് പറഞ്ഞ, ഞാൻ ആദ്യം ഓതി വെച്ചൊരായത്ത് കൂടി നിങ്ങളെ ഒന്നും കൂടി കൊണ്ടുവരാം. എന്താ ഓതി വെച്ചത്? വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ധാരാളം മനുഷ്യരെ, ഒരുപാട് ജിന്നുകളെയും. അവർക്ക് ബുദ്ധി കൊടുത്തിട്ടോ. അതൊക്കെ സൃഷ്ടികളാ. ഇനി ഭൗതികമാണോ അഭൗതികമാണോ എന്ന് അറിഞ്ഞ് നടക്കണ്ട. അയിമളല്ല ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അള്ളാഹ് പറഞ്ഞ അയിമ അവിടെ നിന്നാൽ മതി. പിന്നെ ഭൗതികമാണോ അഭൗതികമാണോ കുറേ അങ്ങനെ അരച്ചടന്ന്. പിന്നെ അവസാനം പറഞ്ഞ് നമുക്ക് ഈ വാദമില്ല, ഇപ്പം നമുക്കുള്ളത് പിള്ളവാദമാണ്. ഞങ്ങൾക്ക് കോട്ടക്കലൊക്കെ പോകേണ്ട ഒരു ചികിത്സക്ക് കാരണം കോലത്തിൽ അപ്പം പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ വാദമൊക്കെ ഉന്നയിച്ച ആൾക്കാർ വിചിന്തനത്തിൽ തന്നെ മാപ്പ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ തെറ്റിപ്പോയി അല്ലേ. ഒരു ചിന്തയില്ലാണ്ട് അങ്ങോട്ട് പറയന്നെ. എന്തെങ്കിലുമൊക്കെ പുതിയത് പറയണമെന്നാണ് അപ്പോഴത്തെ ആൾക്കാരെ വിചാരം. പുതിയത് പറയുക, ആൾക്കാരും കേൾക്കാത്തത് പറയുക. ആൾക്കാർ കേൾക്കാത്തത് ഖുർആനിൽ തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ ആയത്തും നിങ്ങൾ തന്നെ കേട്ടോളുന്നില്ല, ഞാൻ തന്നെ ശ്രദ്ധിച്ചോളുന്നില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സമയത്ത് പറഞ്ഞു മരിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ കണ്ടില്ല അറിയാൻ പറ്റുമോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മാത്ത മുഹമ്മദ്, ആരെങ്കിലും അന്ന റിജാലൻ മിനൽ മുനാഫിഖീൻ യസ്അമൂൻ അന്ന മുഹമ്മദൻ ഖദ് മാത, മുനാഫിഖുകളിൽപ്പെട്ട ആൾക്കാരാണ് മുഹമ്മദ് നബി മരിച്ചു എന്ന് പറഞ്ഞത്. മരിച്ചിട്ടില്ല, മാ മാത്ത മുഹമ്മദ്. എന്നാലോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗറാത്ത് ഏറ്റുവാങ്ങാൻ പോയതുപോലെ മുഹമ്മദ് നബി റബ്ബിങ്കിലേക്ക് പോയതാണ്. അങ്ങനെ ദഹബ മുഹമ്മദ് കമാ ദഹബ മൂസ ഇലാ റബ്ബിഹിന, റബ്ബിങ്കിലേക്ക് മൂസാ നബി പോയതുപോലെ പോയതാ, മരിച്ചിട്ടില്ല. ഒരു കാരണവശാലും ഉമർ റളിയല്ലാഹു അൻഹു സമ്മതിക്കില്ല. അബൂബക്കർ സിദ്ദീഖ് വന്നു, റസൂലുള്ളാഹിന്റെ മൂടിയിട്ട മയ്യത്ത് തുറന്ന് ചുംബിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഉമറേ ഇജ്ലിസ് യാ ഉമർ, ഇരിക്കുമറേ, അന്നഹു ഖദ് മാത, മരിച്ചിട്ടുണ്ട്. വാളേറ്റാ നിൽക്കുന്ന വെട്ടിയാൻ തകർത്താളും റസൂൽ മരിച്ചെന്ന് പറഞ്ഞാൽ അവസാനവും അബൂബക്കർ സിദ്ദീഖ് ഒരായത്തണ്ട് ഓതി കൊടുത്തു, ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്ന. മുഹമ്മദ് നബി റസൂൽ മാത്രമാണ്. മുമ്പും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ മരിക്കുകയോ അവർ അള്ളാഹു ഉയർത്തപ്പെടുകയോ ചെയ്യുന്നത് മൂലം ആരും ഒരു കുട്ടിയെയും മരിക്കാണ്ടക്കൂല. ഇന്നക്ക മയ്യത്തുൻ, എല്ലാവരും മരിക്കും.
വൈന്നഹും മയ്യിത്തൂൻ, എല്ലാവരും മരിക്കും, മുഹമ്മദ് നബി മരിക്കും. ആയത്തൊക്കെ കണ്ട് കേട്ടപ്പോഴാണ് ഞാൻ ഇതുവരെ കേട്ടില്ലട്ടെ ഈ ആയത്ത് കാരണം. ഖുർആനിലില്ലാത്തതുകൊണ്ടല്ല, ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ചിന്തിക്കാൻ നമുക്കൊരുപാട് വേറെ വശങ്ങളില്ലേ. മനുഷ്യന്മാരെ ആവശ്യമില്ലാത്ത വിഷയം ഒരുപാട് കുട്ടികളെ കൈമൽ 24 മണിക്കൂർ ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ കാര്യമായിട്ടുള്ള ചിന്ത. എന്നിട്ട് ഇനി ഭൗതികമാണ് അഭൗതികമെന്ന് പറഞ്ഞാൽ ചൂണ്ടൽ ഇടുമ്പോൾ പിടിക്കാൻ ഫറൂഖിലൊക്കെ ചൂണ്ടനുണ്ടല്ലേ നിങ്ങൾ? ഫറൂഖിൽ കാണാം, ബിൻ്റെ അവിടെയൊക്കെ കാണാം, ആ കടവ് റിസോർട്ടിൻ്റെ അവിടെ അവിടെയൊക്കെ കാണാൻ ചൂണ്ടിടുന്നത്. നമ്മളാരും കണ്ടില്ല അവിടെ ജിന്നിനെ. അതിലെത്രയോ ആൾ വീണ് മരിച്ചു ചെയ്തിരുന്നു, ജിന്നിട്ട് പിടിച്ചിട്ടുമില്ല. ഫറൂഖ് പാലത്തിൻ്റെ വീട്ടിൽ എപ്പോഴും ചൂണ്ടിടണോല കുടുങ്ങൽ. വെറുതെ ആവശ്യമില്ലാത്ത വിഷയം ചർച്ച ചെയ്ത് ഈ മാണിക്യക്കല്ല് പോലത്തെ പ്രസ്ഥാനത്തെ നശിപ്പിച്ച് കുത്തുവാളടിപ്പിച്ച ആളുകളെ അള്ളാഹു നിങ്ങളോട് പൊറുക്കൂല, അത്രേ പറയാനുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരണം, നിങ്ങൾക്ക് സതുദ്ദേശം വരണം, നിങ്ങൾക്ക് ബുദ്ധി വരണം, നിങ്ങൾ ചിന്തിക്കുന്നവരായി മാറണം, നിങ്ങൾ അള്ളാഹിന്റെ ദാസന്മാരായി മാറണം, പടച്ചവനെ കുറിച്ച് സംസാരിക്കുന്നവരാവണം, അള്ളാഹിന്റെ പ്രാപഞ്ചിക രഹസ്യങ്ങളെക്കുറിച്ച് റബ്ബിന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവർ അള്ളാഹിലേക്ക് ക്ഷണിക്കുന്ന നല്ല ഉത്തമരായ ദായികളായി മാറണം എന്നാഗ്രഹിക്കുന്നു. വേറെ ഒരു പകയ വിദ്വേഷം ഈ വാക്കുകൾക്കില്ലട്ടോ, ഒരു പകയ വിദ്വേഷമില്ല. നന്മയിലേക്ക് വരാൻ 24 മണിക്കൂറും മനസ്സ് സ്വാഗതാർഹമായി നിൽക്കുകയാണ് എല്ലാ ആളുകളും. ഈ ഒരാവശ്യമില്ലാത്ത വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രമാത്രം നമുക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചിന്തിക്കണം കേട്ടോ. ചിന്തിക്കാത്ത ആളുകൾക്ക് അള്ളാഹു നരകം ഒരുക്കിയിരിക്കുകയാണ്. അത് അള്ളാഹ് പറഞ്ഞു കണ്ടോ, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ, അവർക്ക് മനസ്സുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കൂല, മനസ്സിലാക്കൂല. വലഹും ഐൻ, കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, കാണൂല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് അവർ കേൾക്കേണ്ട കാര്യം കേൾക്കൂല. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളാണ്, മനുഷ്യന്മാരല്ല, അവരെ നാൽക്കാലികളെ പോലെയാണ്. ഈ നാൽക്കാലികൾക്ക് ദേഷ്യം പിടിക്കണ്ടാച്ചിട്ട് അള്ളാഹ് പറഞ്ഞു ബൽഹും, അതല്ല അതിനേക്കാൾ മോശമാണ്. ചിലപ്പോൾ ചില നാൽക്കാലിക്ക് ദേഷ്യം പിടിക്കും, നമ്മളെ പോലെയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. കാരണം അതിനേക്കാൾ മോശം ആൾക്കാരാണ് നമ്മളെ കൂടെ ഉള്ളത് അല്ലേ? ഏത് വിഷയത്തിൽ നോക്കേണ്ടികൾ? മനുഷ്യൻ മൃഗത്തെക്കാൾ മോശമല്ലേ? വേണ്ട, ഞാൻ തെളിയിച്ചു തരാം. ഒരു നായി കടിക്കാൻ വരികയാണ്, എന്ത് ചെയ്യും? ആദ്യം ഒന്ന് കുരക്കും, ഡാ കൃന്നാക്കും അല്ലേ? കടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇതാക്കൂലേ? മനുഷ്യൻ എങ്ങനെ കടിക്കല്? ആളെ പൊറാട്ടി ഇറച്ചിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഹോട്ടലിൻ്റെ വയ്യിലേക്ക് കയ്യേക്കാൻ കൂട്ടിക്കൊണ്ടേറ്റ് കത്തി കൊണ്ട് ഒറ്റ കുത്തു കൊടുക്കും. അപ്പം നായി ഒബനല്ലേ? നായി ആണെങ്കിൽ കടിക്കുമ്പോൾ ആ ഇൻഫർമേഷൻ കൊടുക്കില്ലേ? പൊറാട്ട വാങ്ങിക്കൊടുത്ത ഇൻഫർമേഷൻ അല്ലല്ലോ, സ്നേഹം കാണിച്ചല്ലേ? ഇനിയോ സ്നേഹം കാണിച്ച് വയ്യിലേക്ക് കൂട്ടി കയ്യേക്കാൻ കൂട്ടിക്കൊണ്ടേറ്റ് അവിടുന്ന് ആ വള്ളം കൂത്തുണ്ട് അല്ലേ? മനുഷ്യൻ അപാരമായ മൃഗമാണ്. അതുകൊണ്ട് നാക്കാലികൾക്ക് ദേഷ്യം പിടിക്കും. നാക്കാലികൾ ചില പോലീസുകാരനെ അറിയലുണ്ട്, കേസന്വേഷണം നായിനെ കൊണ്ടുപോകുമ്പം നായി ജീപ്പിൻ്റെ മുമ്പിലായിരിക്കുക, ബാക്കിൽ ചങ്ങല പിടിച്ചുന്ന പോലീസും. അപ്പോൾ പോലീസുകാരൻ വിചാരിക്കുക എന്താ അറിയോ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു നായി ആയിരുന്നെങ്കിൽ മുന്നിലെ സീറ്റിലിരിക്കാമായിരുന്നു. ഒരു പോലീസുകാരൻ്റെ ഇവിടെ ഉണ്ട്, റസാഖ്. അല്ല, അത്രത്തോളം ഉന്നതമായ അല്ലേ മൂപ്പര് പറയട്ടെ. SIT CID ഒക്കെ പോസ്റ്റില്ലേ പോലീസിൽ നായിക്ക്? ആ നായ്ക്കൾ പറഞ്ഞ് കേസ് കൊടുക്കൂലേ മനുഷ്യന്മാരെ പോലെയാണെന്ന് പറഞ്ഞാൽ? അതുകൊണ്ടാണ് അള്ളാഹ് തീർത്ത് പറഞ്ഞത് അതുമല്ല അതിനേക്കാൾ മോശമാണ് ഉണ്ടോ ചിന്തിക്കാണ്ടിരുന്നപ്പോൾ. വലില്ലദീന കഫറൂ ബി റബ്ബിഹിം അദാബ് ജഹന്നം, റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിഷേധിക്കുന്നവർക്ക് അല്ലാഹു നരകമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. വബീസൽ മസീറ, നരകം വളരെ മോശമാണ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. ഈ നരകത്തിലേക്ക് പോകേണ്ട ആളുകളെ, ചിന്തിക്കാത്ത ജനങ്ങളെ, അള്ളാഹുവിലേക്ക് അടുക്കാത്ത ജനങ്ങളെ, തൗഹീദിൽ നിന്ന് ചിന്തിക്കാതെ വ്യതിചലിച്ചു പോയി ശിർക്കിൽ എത്തിച്ചേർന്ന ജനങ്ങളെ നരകത്തിലേക്ക് ഇടുമ്പോൾ നരകം ഇങ്ങനെ ഗർജിച്ചിട്ട് ഇങ്ങനെ തിളച്ചു മറിയുന്ന ഖുർആൻ പറഞ്ഞു. അത് തിളച്ചു മറിയുമ്പോൾ തകാദു തമയ്യസു മിനൽ ഗൈദ്, കോപത്താൽ നരകത്തിന്റെ ഭിത്തികൾ പോലും തകർന്നു പോകാറായേക്കും. അത്ര അങ്ങനെ തിളക്കും കേട്ടോ. എന്നിട്ട് പറയാണ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഹസനതുഹാ, ഓരോ വിഭാഗം ആളുകളെയും അല്ലാഹു നരകത്തിലേക്ക് ഇടുമ്പോൾ, കള്ളുടിയൻ അത് മുഴുവൻ കഴിഞ്ഞ് നരകത്തിലെ, പെണ്ണുടിയൻ ആ പെണ്ണുടിയന്മാരെ മുഴുവനിലേക്ക് ഇട്ട്,
പലിശക്കാരൻ ഓനെ എടുത്തിട്ട്, കൈക്കൂലിക്കാരൻ ഓനെയും പിടിച്ചിട്ട്, കള്ളൻ ഓനെയും പിടിച്ചിട്ട്, ഇങ്ങനെ ഓരോ ഫൗജ. നമ്മൾ പുട്ടിട്ട് പിന്നെ തേങ്ങട്ട്, പിന്നെ പുട്ടിട്ട് പിന്നെ തേങ്ങട്ട്, അങ്ങനല്ലേ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കും. ആവി എയ്മിൽക്കാ വരുന്നത് അല്ലേ? പുട്ടിൻ്റെ പൊടി മിൽക്ക് പിന്നെ തേങ്ങ മിൽക്ക്, അങ്ങനെ ഓരോ അടുക്ക് മിൽക്ക് വരൂലേ? അതേമാതിരി ഇതൊക്കെ ഇങ്ങനെ ഫൗജായിട്ട് ഇങ്ങനെ ഭാര്യയിടുമല്ല. ഓരോന്നിനെയും കൊണ്ടുവന്നിട്ട് നല്ല രസം ഉണ്ടാവും. എന്താ ഖുർആൻ പറഞ്ഞു, യസ്തരിഖൂന ഫീഹാന, ആർത്തട്ടഹസിക്കും അവിടത്തേക്ക് ഇടുമ്പം കേട്ടോ. എന്നിട്ട് പറയാണ് വലില്ലദീന കഫറു ബി റബ്ബിഹിം, റബ്ബിനെ നിഷേധിച്ചതാ കാരണം, അംഗീകരിച്ചില്ല, ചിന്തിച്ചില്ല. എന്നിട്ട് അതിന് അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുന്നു, അവരോട് ചോദിക്കും, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ, നരകത്തിന്റെ പാറാവുകാർ ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, ഇങ്ങനെ ഒരു ദിവസമുണ്ടെന്ന് താക്കീത് നൽകാൻ താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഖാലൂ ബലാ ഖദ് ജാഅനാ, വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഫകദബ്നാ, ഞങ്ങൾ തള്ളിക്കളഞ്ഞു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ, ഇതിലൊന്നൊരു വിധിയും നിയമവും അള്ളാഹു ഇറക്കിയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു വലിയ ദുർമാർഗത്തിലാണെന്ന് നമ്മൾ അന്ന് അങ്ങനെ പറഞ്ഞ് തള്ളി ചിന്തിക്കാതെ എന്നിട്ട് പറഞ്ഞ വാക്ക് ഇതാണ്. നരകത്തിൽ കണ്ട് വീഴുമ്പോൾ അവർ പറയുന്ന വാക്ക് കേട്ടോളൂ, ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, കേട്ടിരുന്നെങ്കിൽ, ഔ നഖിലു അല്ലെങ്കിൽ ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ ജ്വലിക്കുന്ന നരകത്തിന്റെ അവകാശിയാവൂലായിരുന്നല്ലോ. അപ്പൊ ചിന്തിക്കാതിരുന്നാൽ നരകം, ചിന്തിക്കാതിരുന്ന നരകണ്ട് നമ്മൾ അറിയണം. വെറുതെ ഇവിടെ നടന്നാ പോരാ, ചിന്തിക്കണം, സദാസമയം ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയാ കേട്ടോ. പടച്ച തമ്പുരാൻ നോക്കൂ, നിങ്ങൾ ഭൂമിയിൽ കാണുന്ന ജീവികളൊക്കെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച ഒരു ആയത്ത് കേട്ടോളി, സൂറത്തു നൂറിലെ, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, എല്ലാ ജീവികളെയും അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് ഒക്കെ. എന്നിട്ട് അള്ളാഹു പറയാ, ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, ചിലരൊക്കെ ഉദരത്തുമേല നടക്കുക. വെള്ളത്തിൽ നിന്നുണ്ടായ ഈ ജീവിയിൽ ഒന്ന് നടക്കുന്നത് ഉദരത്തിമേൽ. ഉദരത്തിമേൽ നടക്കുന്ന ആരൊക്കെ? പാമ്പ്, ചേര ഒക്കെ ഉദരത്തിമേലല്ലേ? അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, രണ്ട് കാലുമേൽ നടക്കുന്നു ചിലര്. ഉണ്ടായതൊക്കെ വെള്ളത്തിന്ന്, ചിലത് രണ്ട് കാലുമേൽ. നമ്മക്കണ്ടാട്ടോ, ചിലവർ അതിൽ നമ്മളുണ്ടോന്ന് നോക്കുക. ഇപ്പം നോക്കണ രണ്ടെണ്ണല്ലേ ഉള്ളൂ. കോയി, കാക്ക കണ്ടല്ലോ ഉള്ളൂ അല്ലേ? രണ്ട് കാലിൽ നടക്കുന്നു ചിലര്, ഉദരത്തിൽ നടക്കുന്നു ചിലര്. എന്നിട്ടോ അള്ളാഹു പറയുന്നു, നാല് കാൽമേൽ നടക്കുന്നു. വെള്ളത്തിൽ സൃഷ്ടിച്ച ചിലത് ഉദരത്തിൽ നടക്കുന്നു, ചിലത് രണ്ട് കാൽമേൽ നടക്കുന്നു, ചിലത് നാല് കാൽമേൽ നടക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, യഖ്ലുഖുല്ലാഹു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഇനിയും സൃഷ്ടിക്കും. ചില രണ്ട് കാലും ഒരു ബാലും കൂടി തപ്പി ഇറക്കാണ്ട് സാധനം കണ്ടില്ലേ നിങ്ങൾ? പെങ്കിനൊക്കെ ഇതല്ല കോലത്തില. അത്ഭുതമാണ് പടച്ചതമ്പുരാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, ചിന്തിക്കുമ്പോൾ ഒരു ഷർത്തല്ല വെക്കുകയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ചിന്തിക്കണം, അല്ലാണ്ട് കാട് കയറി ചിന്തിക്കല്ല. ചിലരെങ്ങനെ ചിന്തിക്കുക അറിയോ? ചിലര് ഈ പ്രപഞ്ചം ആരാ സൃഷ്ടിച്ചത്? അല്ലാ. അല്ലാ അല്ലേ? എന്നെ അതും അല്ല, ഭൂമിയിലുള്ള ജീവജാലങ്ങളോ ഒക്കെ അല്ല. ഈ അള്ളാനാരാത്ത്. അപ്പൊ അള്ളാ എന്ന് പറയുന്ന ദിക്ർ ഒഴിഞ്ഞു പോയി. അതുകൊണ്ട് അള്ളാ പറയുന്നു, അത് ചിന്തയല്ല, കാരണം അത് നിന്റെ വിവരക്കുറവാണ്. ഈ പ്രപഞ്ചം അള്ളാഹു ഉണ്ടാക്കുമ്പോൾ ശുദ്ധ ശൂന്യതയാണ്. അതല്ലേ ഫാത്തിറുസ്സമാവാതി വൽ അർള്. ഫാത്തിർ എന്ന് പറഞ്ഞാൽ ശുദ്ധ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുമ്പോഴാണ്. ഒന്ന് ഉണ്ടാക്കിയതിന്റെ ശേഷം പിന്നെ സൃഷ്ടിക്കുമ്പോൾ എന്താ പറയാ? ഖലഖാന, മറ്റേ ഫത്തറാന, രണ്ട് വാക്കാ അറബിയിൽ. ഒന്ന് ഫത്തറ, ഒന്ന് ഖലഖ. ഫാത്തിറു സമാവാത്തി വൽ അർള്, ആകാശഭൂമിയെ മുൻ പ്ലാനിൽ, ബദിഉ സമാവാത്തി വൽ അർള് അല്ലേ? ഒരു മുൻ പ്ലാനും ഇല്ല, ആദ്യമായിട്ട് പടച്ചുണ്ടാക്കിയതാ. ഇപ്പൊ നമ്മളിപ്പോ ഇതാ ഈ സ്റ്റാൻഡ് ആദ്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആയിരിക്കൂല, ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒന്നുണ്ടാക്കുമ്പോൾ അതിനേക്കാൾ നന്നാക്കും, പിന്നെ ഉണ്ടാക്കുമ്പോൾ അതിനേക്കാൾ നന്നാക്കും, പിന്നെ ഉണ്ടാക്കുമ്പോൾ അതിനേക്കാൾ നന്നാക്കും, അങ്ങനല്ലേ? ആദ്യം മൈക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, എത്ര എളുപ്പമുണ്ടേ ഇല്ലേ? ഇപ്പൊ നോക്കി ഞങ്ങള് ഇതിലും ചെറുതൊക്കെ ഉണ്ടാക്കി നമ്മള് ഇല്ലേ? അപ്പൊ തഹസീൻ ചെയ്യാൻ പറ്റും. ആകാശഭൂമിക്ക് ഒരു തഹസീൻ ഒരാൾക്ക് പറയാൻ കഴിയില്ല. ഉണ്ടോ? വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു അവയവം ഇവിടെ അല്ലേ ഇനി വേണ്ടത് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ?
ഇപ്പൊ സൃഷ്ടിച്ചോടത്തല്ലാന്ന്. ഇപ്പൊ വെച്ചോടത്തന്നെ വെച്ചിട്ടുള്ള അപകടം നമുക്കറിയാം. ഒരാൾ മെനക്കെട്ടാ മാത്രം അടങ്ങറാക്കുന്ന സ്ഥലത്താ വെച്ച് അല്ലേ? നിങ്ങൾക്ക് നാവ് വായലല്ല വേണ്ടി മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ ഓട്ട ഇങ്ങനെ താഴത്തേക്കല്ല വേണ്ടി മേലോട്ട് വരേണ്ടിയെന്ന് തോന്നുന്നുണ്ടോ? മൂക്കിൻ്റെ ഓട്ട അല്ലെങ്കിൽ ഒരു കണ്ണ് മുന്നിൽ ഒരു കണ്ണ് ബയ്യിൽ വെക്കേണ്ടി എന്ന അഭിപ്രായം ഉണ്ടോ? എന്നാൽ നല്ല രസം ഉണ്ടാവും. മുന്നോട്ട് നടക്കൂല, ബാക്കോട്ട് നടക്കൂല. കാരണം മിററിൽ നോക്കി വണ്ടി ഓട്ടുമ്പോൾ നല്ല ഹരം ഉണ്ടാവില്ല അല്ലേ? ചിലപ്പോൾ ചില മിററിൽ വണ്ടി ഇവിടെ തൊട്ടടുത്ത് എത്തിയൊക്കെ തോന്നും അല്ലേ? ബാക്കിലും കണ്ണ് മുന്നിലും കണ്ണ്, രണ്ടും ബാക്ക് മുന്നിൽ തന്നെ വെച്ച് തന്നു. എന്നിട്ട് ആ കണ്ണിൻ്റെ അവിടെ ഒരു പിരിക 2 വെച്ച് തന്നു. എന്താ പടച്ചോൻ്റെ അഹ്സന സുവറക്കും, അപാരം തന്നെ. അള്ളാഹിനെ പറ്റി നമ്മൾ ഇങ്ങനെ ആലോചിച്ച, അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, ഇരുത്തത്തിൽ ഓർക്കുന്നു, കിടത്തത്തിൽ ഓർക്കുന്നു. ഇരുത്തത്തിലും നൃത്തത്തിലും കിടത്തത്തിലും അള്ളാഹിനെ ഓർക്കുന്നു. എന്നിട്ട് ആ കിടക്കുമ്പോഴും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്. പടച്ചോനെ എന്താ മഴ! അൻസലമിനസമായി വെള്ളമില്ലാത്തോടുന്ന് വെള്ളം ഇറങ്ങിയതാ വരുന്നത്. വെള്ളമുള്ള മുഴുവൻ ഭൂമിയില, എന്നിട്ട് വെള്ളം വരുന്നതോ ആകാശന്നാ. ചിന്തിക്കൂലേ? ആ ഒറ്റ മഴ പെയ്യുമ്പോഴേക്കും ഇതാണ് സസ്യലതാദികളൊക്കെ കണ്ട് മുളച്ചു ഭയങ്കരം. എന്നിട്ടല്ല പറയാണ് അങ്ങനെ ചിന്തിച്ചിട്ടോ അവൻ പറയുന്നു സുബ്ഹാനക, സുബ്ഹാനല്ലാഹ്, ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പമുള്ള ഒരൊറ്റ നക്ഷത്രം ആകാശത്തുണ്ട് അത്രേ. ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പം. എന്താ ഗാലക്സി! ആകാശത്തുള്ള ഈ നക്ഷത്ര കുടുംബങ്ങൾ എത്രയാണ്! സൂര്യനും ചന്ദ്രനൊക്കെ സഞ്ചരിക്കുന്നു. കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും കറങ്ങുകയാണ്. ആരാണ് കറക്കുന്നത് അറിയണ്ടേ? എന്നിട്ട് പറയുന്നു സുബ്ഹാനല്ലാഹ്. അങ്ങനെ ചിന്തിച്ചിട്ട് വേണം നിസ്കരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് അറിയാൻ കേട്ടോ. അല്ലാണ്ട് ചിലവര് ഇങ്ങനെ ആക്കുമ്പോൾ ഇപ്പം വരാം, 2 മിനിറ്റ് കൊണ്ട് ഇപ്പം വരാം, ഇതിപ്പോൾ കഴിയും, ഇതിൻ്റെ പടി ഇപ്പം കഴിയും, ഇതൊരു ചെറിയ പടിയുള്ളൂ, ഈ വരാറാണ്ടാ ഉണ്ടോ? ഈ മുസല്ലയിൽ നിസ്കരിക്കുമ്പോൾ ചിലർ കൈയ്യെട്ടി കഴിഞ്ഞാൽ അള്ളാൻ ഓർക്കലും കാര്യമൊന്നല്ല, ചിന്തിക്കലും ഒന്നല്ല. ഓ അതിൻ്റെ തൂണ് അത് മക്കയെന്ന് തോന്നുന്നു, അതിൻ്റെ മുകളിൽ ഒരു 4 കെട്ട്, ഇപ്പുറത്തുള്ള മദീനയെന്ന് തോന്നുന്നുണ്ട്, അതിന് 5-6 കെട്ടുണ്ടല്ലോ. എന്നിട്ട് മുജാഹിദാണെങ്കിൽ ഇതൊന്നും മക്കി മദീനയൊന്നല്ല, ഏതോ ജാർത്തിൻ്റെതാണ്. മുജാഹിദ് അകലായിരിക്കുക. ഞാനൊരിക്കൽ എനിക്കൊരാൾ ഇതേമാതിരി ഒരു ദസ്ബി കൊണ്ട് തന്നു, പാവം കൊണ്ട് തന്നതല്ലേ വെച്ച് ഞാൻ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് നിന്ന് അന്നൊരു ഫിയറ്റ് വണ്ടി ഉണ്ട് എനിക്ക്, കേൽപ്പാവുന്ന D8613, എനിക്കിപ്പോഴും ആ നമ്പറും കൂടി ഓർമ്മയുണ്ട്. അത് ഞാൻ ആ മിററിൻ്റെ മുകളിൽ തൂക്കിയിട്ട് വെറുതെ അവിടെ കിടന്നുകൊണ്ട് ഞാൻ അയാൾക്കൊരു വിഷമം ഉണ്ടായി. അവനൊരു ദിവസം എൻ്റെ ഈ വണ്ടിയിൽ ഉമ്മറൂലേക്ക് കയറി. അള്ളാൻ്റെ റബ്ബേ, എന്നോട് ആദ്യം തന്നെ എന്തിനാ ഈ തൂക്കി ചോദിച്ചു. ഒരാൾ തന്നത് എടുത്ത് വലിച്ചെറിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞു. കാരണം മൂപ്പര് പറഞ്ഞതറിയും, നിങ്ങളിത് തൂക്കിയാൽ നാളെ വേറെ ആരെയും വിചാരിക്കും ഇതോടെ തൂക്കിയാൽ വലിയ ഗുണം കിട്ടു വയ്ക്കുന്നു. മൂപ്പര് ചിന്താക്കട്ടാ പോകുന്നത്. അത്ര ഷിർക്കിൻ്റെ വിദേഹത്തിൻ്റെ എന്തെങ്കിലും വരാതിരിക്കാൻ ആലോചിച്ച പണ്ഡിതന്മാരവരൊക്കെ. ഇത് ഞാൻ എൻ്റെ വണ്ടി എടുത്ത് വലിച്ചെറിയുന്നു. കാരണം ഒരാൾ തന്നതല്ലേ ചെയ്തു പോയതാ, അതാ അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളായിരുന്നു. മുറുവലീൻ്റെ അങ്ങേ അഭിപ്രായം എന്താ, അടുത്ത് വലിച്ചെറിഞ്ഞു. കാരണം നമ്മളിത് തൂക്കുമ്പോൾ ചില നമ്മളെ വണ്ടി കയറുന്ന പോലെ ആയിരിക്കും എന്ത് ഇങ്ങനെ എന്താണ് ഇങ്ങനെ നമ്മളോട് ചോദിക്കൊന്നുമില്ല, പിന്നെ ഓന്തിമ്മ കൊണ്ട് തൂക്കും. അങ്ങനെ പിറ്റേന്ന് പിന്നെ ഇത് തൂങ്ങുന്ന വണ്ടി അധികമാവും. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, സുബ്ഹാനല്ലദീ സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ, പ്രാർത്ഥിക്കണോലല്ല, ഇതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ തൂക്കണോല അധികം വണ്ടിയിൽ. പ്രാർത്ഥന നടത്തലല്ല, അത് തൂക്കിത്തേക്കല, കണ്ണാടി നടത്തിക്കോട്ടെ വെച്ചിട്ട്. അപ്പം അങ്ങനെ അള്ളാഹുവിനെ ഓർക്കരുത്. അതുകൊണ്ടാണ് യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് സുബ്ഹാനക, പടച്ചവനെ നീയാണ് പരിശുദ്ധൻ, ഫഖിനാ അദാബന്നാർ, നരകത്ത് നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയുന്നു റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖദൈത, പടച്ചവനെ നരകത്തിലേക്ക് നീ ആരെങ്കിലും പ്രവേശിപ്പിച്ചാൽ അവനെ നീ വഷളാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വമാലിൽ ളാലിമീന മിൻ അൻസാർ,
അക്രമികൾക്കൊരു സഹായം ഉണ്ടാകൂല എന്ന് ഇവിടുന്ന് ചിന്തിക്കണം. കേട്ടോ. അല്ലെങ്കിലോ ഒരായത്ത് കൂടി കേട്ടോളി. എത്ര മണി വരെ സമയം? ഇതുവരെ മതി, മൂപ്പർക്ക് പോകാൻ ടൈം ആയിക്കണം. മുജാഹിദ് സെൻ്റർ കൂട്ടാൻ. അപ്പോൾ ഒരു ചിന്തയും കഥയും ഭാഗ്യമൊന്നും ഇല്ലാണ്ട് പൊരേന്ന് മയ്യത്താണ്ട് കെട്ടിക്കൊണ്ടായ പരലോകത്ത് വന്നാണ്ടാണ് അവസ്ഥ. ആലോചിച്ചു. ഖുർആനിൽ അല്ലാഹു പറയാ, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസു റൂസഹും ഇൻദ റബ്ബിഹിം. ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെ പരലോകത്തെത്തി തല കുനിച്ച് റബ്ബിന്റെ മുമ്പിൽ നിൽക്കും. എന്നിട്ട് എന്താ പറയാ അറിയോ? കേട്ടോളി. റബ്ബനാ അബ്സിർനാ സമീഅനാ ഫർജിനാ. പടച്ചവനെ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ ചിന്തിച്ചു, അതുകൊണ്ട് ഫർജിനാ നഅമൽ സാലിഹ, ഒന്നുകൂടി ഞങ്ങളെ നീ ദുനിയാവിലേക്ക് ചിന്തിക്കാനും കണ്ടു പ്രവർത്തിക്കാനും ഒന്നയക്കണം പടച്ചവനെ. ഇന്നാ മൂഖിനൂൻ. പടച്ചവനെ, നിന്റെ കഴിവിൽ ഞങ്ങൾക്ക് വിശ്വാസമായി, നിന്റെ നരകത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമായി, നിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമായി, നിന്റെ ശിക്ഷയിൽ ഞങ്ങൾക്ക് വിശ്വാസമായി. ഒന്ന് ഞങ്ങളെ നീ ദുനിയാവിലേക്ക് തന്നെ മടക്കണം ചിന്തിക്കാൻ. നരകം ഇങ്ങനെ കൊടുന്ന് നിർത്തിയിട്ട് പറയുന്നു, അള്ളാഹുവിന്റെ ദാസന്മാരതാ ചിന്തിക്കുകയാണ്. അതല്ലാഹു പറഞ്ഞു. യതദക്കറുൽ ഇൻസാൻ, മനുഷ്യനതാ ചിന്തിക്കുന്നു. നരകത്തിന്റെ മുമ്പെന്ന് അള്ള ചോദിക്കുന്നു, ഫഅന്നാ ലഹു ദിക്റാ. ഇപ്പൊ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? ചിന്തിക്കേണ്ടത് ഇവിടുന്ന. നരകത്തിൽ പോകാണ്ടൊക്കെ ചിന്തിക്കണം കേട്ടോ. എന്ത് കാര്യവും ചിന്തിച്ചേ ചെയ്യാവൂ. അല്ലെങ്കിൽ വഹും യസ്തരിഖൂന ഫീഹാ, ആർത്തട്ടഹസിക്കും നരകത്തിൽ. ഇങ്ങനെ ആര് കേൾക്കാൻ വിളി അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളൊരാൾ കൊല്ലാൻ വരുന്നു, അല്ലയോ എന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കുന്നു. ആരും ഓടി വരാനില്ലേ ഉള്ള സ്ഥിതി എന്താ? നരകത്തിലെ സ്ഥിതി അതാ. വഹും യസ്തരിഖൂന ഫീഹാ, എന്താ വിളിച്ച് അട്ടഹസിക്കുന്നത്? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഇതുവരെ മരിക്കും വരെ പ്രവർത്തിച്ച പ്രവർത്തനമല്ലാത്ത സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പടച്ചവനെ തിരിച്ചു വരാം, ഞങ്ങളൊന്ന് നരകത്തുനിന്ന് പുറത്താക്കി തരണേ. മറുപടി അല്ലാഹുവിന്റെ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ. ചിന്തിക്കാനുള്ള പ്രായം നൽകിയിട്ടല്ലേ ഞാൻ നിന്നെ ഭൂമിയിൽ നിന്ന് പരലോകത്തേക്ക് കൊണ്ടുവന്നത്? അല്ലാഹുവിന്റെ മറുപടി. ചിന്തിക്കാനുള്ള പ്രായം തരാണ്ട് അങ്ങോട്ട് പോന്നല്ലോ. ചെറിയ പൈതമക്കളാണെങ്കിൽ സ്വർഗത്തിലല്ലേ. ചിന്തിക്കേണ്ട പ്രായം കിട്ടാത്തവരൊക്കെ സ്വർഗത്തിൽ അയച്ചിൽ കഴിച്ചിലായി. നേരത്തെ മരിച്ചാലാണ് നമ്മൾ നിലവിളിക്കല്. ബാപ്പ മരിച്ചാൽ സന്തോഷിക്കില്ല. വല്യാപ്പ മരിച്ചാൽ നിങ്ങളെ പ്രയോഗം തന്നെ അങ്ങനെയാണല്ലോ. കുട്ടികൾ മരിച്ചാൽ നമ്മളെന്തോ പറയും, പഠിച്ചോനെ എൻ്റെ കുട്ടീനെ ഈ കൊണ്ടേയില്. വല്യാപ്പനെ കൊണ്ടായാലോ? മൂപ്പര് പോയി ഇന്നലെ മൂപ്പര് സ്വന്തം കവറിലേക്ക് നടന്നു പോയ ഭാര്യ പറയാ. കാരണം എന്തോ ഒരു സന്തോഷം വല്യാപ്പ മരിച്ചാൽ. ഇൻകം തീർന്നാണ്. വല്യാപ്പ മരിച്ചാൽ ആൾക്ക് ദുഃഖം ഉണ്ടാവട്ടെ. ചിന്തിക്കണവർക്ക് പടച്ച തമ്പുരാനെ കുടുങ്ങിയിട്ടോ അയാള്. ഒന്നുമില്ല കൈമല്. ഇത് പടച്ച തമ്പുരാനെ എന്താ ആ കുട്ടിന്റെ ഭാഗ്യം അല്ലേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ മരിക്കാണ്ടെന്ന് നമ്മളെ നിർഭാഗ്യല്ലേ? ചെറുപ്പത്തിൽ മരിച്ചിരുന്നെങ്കിൽ എന്താണ് നമുക്കറിയില്ലേ? ഖുർആനിൽ അല്ലാഹ് എന്താ പറഞ്ഞത്? അവിടെ എന്തുണ്ട്? വിൽദാനും മുഖല്ലദൂൻ, ശാശ്വതരായി സ്വർഗത്തിൽ നമുക്ക് സ്വർഗസ്ഥരായ ആളുകൾക്ക് അതാ സേവനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അരുമ മക്കൾ സ്വർഗത്തിൽ സേവനം ചെയ്യും. അവളുടെ വളണ്ടിയർ വിങ് അവിടെ ഉണ്ട്. വളണ്ടിയർ കോറല്ല കേട്ടോ, PC അല്ല. അവിടെ ഒരു വളണ്ടിയർ വിങ് ഉണ്ട് സ്വർഗത്തിലെ ആളുകൾക്ക് സർവീസ് ചെയ്യാൻ. അവരെ പറ്റി അല്ലാഹ് പറയുകയാണ്, ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുഅം മൻസൂറാ. അവരെ നീ സ്വർഗത്തിൽ പ്രവേശിച്ച മക്കളെ നീ കണ്ടാൽ നിനക്ക് തോന്നും അത് വിതറിക്കിടക്കുന്ന പവിഴങ്ങളാണെന്ന്. ആ കുട്ടികളെ കണ്ടാൽ. അപ്പോൾ നേരത്തെ മരിച്ചോലൊക്കെ പോകുമ്പോൾ പടച്ചോനെ, ഓ രക്ഷപ്പെട്ടു ആ കുട്ടി. വയസ്സായ മനുഷ്യന്മാർ മരിക്കുമ്പോൾ പടച്ചോനെ കുടുങ്ങിയിട്ടാണ് കേട്ടോ പോകേണ്ടത്. നമുക്ക് നല്ലോണം ഒന്ന് മുമ്പ് മൊയ്ലിയരോട് ഒരു പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ, മൊയ്ലിയർ ഇങ്ങനെ പ്രസവിക്കുന്നിടത്ത് ഇങ്ങനെ നഫീസത്ത് മാല ഇങ്ങനെ ചെല്ലുക. ഭയങ്കര ചെല്ലല. കുറിമോടിമോ നപ്പള്ള തന്നീന്ന് കുട്ടി പിറക്കലിൽ ഇല്ലാ സെക്കൻഡോവർ എന്നിങ്ങനെ പാട്ടുക. ഇവിടെ ആണെങ്കിൽ ഓള് കിടന്നിട്ട് പ്രസവിക്കണമില്ല. അപ്പോൾ ഓളമ്മ വന്ന് പറഞ്ഞു, മൊയ്ലിയരങ്ങളൊന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് മാല ചെല്ലി.
അപ്പം മൊയ്ലിയർ കുടുങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ എന്തോന്നും ചെല്ലിയിട്ട് കാര്യമില്ല, ഓളോട് ആത്മാർത്ഥമായിട്ട് മുക്കാൻ പറയും. മനസ്സിലായില്ല? ഇത് ഞാൻ ചെല്ലിയിട്ട് പ്രസവിക്കല്ല, ഓള് മുക്കിയിട്ടാണ് എന്നാണ് ഇപ്പം മൊയ്ലിയർ അവസാനം പറഞ്ഞത്. മൊയ്ലിയർക്ക് മനസ്സിലായി. അല്ലാണ്ട് ഈ ഇന്ദർ സഹാബികൾ പേരിനെ ഓതുകിൽ ബദനില്ലോ ഭാഗങ്ങളാണവില്ല എന്നോർ, എന്നെ പീഡിച്ചോർക്ക് ഏതും പീഡിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലി എന്നോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ടൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ ചെന്ന് കാച്ചിയ മൂപ്പർ അവിടെ കുത്തുന്നുണ്ട്. ഇവളാണേയും കണ്ടിട്ട് അല്ലാ ഓളിങ്ങനെ വിളിക്കുക. അപ്പോൾ ആ ഉമ്മൻ്റെ സഹിക്കാൻ വയ്യാത്ത വേദന കൊണ്ട് വന്ന് പറഞ്ഞതാ, ഉസ്താദെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഇത് ചെല്ലൂടി. അപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഇത് ആത്മാർത്ഥമായിട്ട് ചെല്ലിയിട്ടൊരു കാര്യമില്ല, ഓളോട് ആത്മാർത്ഥമായിട്ട് ബുക്കാൻ പറയാറില്ലേ. അത് ആ അവസ്ഥ ആളുകൾ ചിന്തിക്കുന്നില്ല. എന്താണ് ഇതൊക്കെ നടന്നിട്ട് ആൾ ചിന്തിച്ചോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, പടച്ചോൻ പറയുന്നു, ചിന്തിക്കാനുള്ള പ്രായം നിനക്ക് തന്നില്ലേ, എന്നിട്ടും നീ ദുനിയാവെന്ന് ചിന്തിക്കാത്തത് കൊണ്ട് ഫദൂഖുഹു ആസ്വദിച്ചു കൊള്ളുക, ഫമാലിൽ ളാലിമീന മിൻ നസീർ, ഒരു സഹായിയെയും കിട്ടൂലട്ടോ. സൂറത്ത് ഫാത്തിർ. അങ്ങനെ നിലവിളിക്കോടുന്നു. അപ്പം ചിന്തിച്ച് പോവുക. അവസാനിപ്പിച്ചോളാം. ഞാൻ പിന്നെ എനിക്കൊരുപാട് പറയാൻ പൂതിയുണ്ടായിട്ട് പറയല്ല. പിന്നെ ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മുമ്പാടും കാര്യങ്ങൾ എഴുതി കൊണ്ടുവന്നിട്ട് ഒരു കുറച്ചെങ്കിലും എന്തെങ്കിലും പറയാൻ ഞാൻ മോശമല്ലേ? ഇത് അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. അപ്പം ഇനി മുതൽ നിങ്ങൾ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു. പച്ചക്കറി മാർക്കറ്റിൽ ചെന്നാൽ ചിന്തിക്കൂലേ? ചേന, ചേമ്പ്, പയറ്, കൂറ് എന്ന് കാണുമ്പോൾ എൻ്റെ പടച്ചോനെ സുബ്ഹാനല്ലാ. ഫ്രൂട്ട്സിൻ്റെ പീടിയ ചെന്നാൽ എൻ്റെ മോനെ സുബ്ഹാനല്ലാ എന്നൊക്കെ ഇങ്ങനെ പറയാൻ അല്ലേ? പല ജാതി മക്കൾ, എൻ്റെ മോനെ എന്താണ് ഇല്ലേ? ഒരു വല്ലാത്ത അത്ഭുതമാണ് അള്ളാഹു പറഞ്ഞത്. ഒരിടത്ത് അള്ളാഹു പറഞ്ഞൊരു കാര്യം കേട്ടു നിങ്ങൾ, വലിയ അത്ഭുതമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കേട്ടോളി നിങ്ങൾ. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിത്തരാം. ഒമിൻ ആയാത്തി ഖലഖുസ് സമാവാത്തി വൽ അർള്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് വലിയ ചിന്തിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വഖ്തിലാഫു അൽസിനത്തുക്കും, നിങ്ങളുടെ ഭാഷയുടെ വ്യത്യാസം അതും വലിയ ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലേ? ബ്രിട്ടീഷർ ഇംഗ്ലീഷ്, മറ്റവന് നേപ്പാളി, എരപ്പാളി ഒക്കെ ഓരോരുത്തരും ഓരോ ഭാഷയാണ്. പിന്നെ അൽവാന് കുങ്ങളെന്നാറും ഒന്ന് ചിന്തിക്കണം. കേരളീയനെ കണ്ടാൽ തന്നെ അറിയില്ലേ? തമിഴ്നാട്ടുകാരനെ പെട്ടെന്ന് കണ്ടാൽ നമുക്കറിയില്ലേ? ഒരു അറബിനെ കണ്ടാൽ തിരിയില്ലേ? പേരൊന്നും ചോദിക്കണ്ട, അറബിനെ കണ്ടാൽ തിരിയും. മിംസിൻ്റെ അവിടെ ടൗസ് പാൻ്റൊക്കെ ഇട്ടിട്ട് അറബികൾ നിൽക്കും. അപ്പോൾ ചില അറബി കേട്ടോ, അവൻ അറബി ഒന്നും പറഞ്ഞില്ല, എന്നിട്ട് അങ്ങനെ അറബി അച്ഛനായി ഉണ്ടോ? എന്താണെന്നറിയാം, ചിലവരെ മൂക്കിന് ഒരു ഒറ്റ അടിയുണ്ട് കൊടുത്ത് അതിൻ്റെ പേര് നേപ്പാളിന്നാക്കി. ഇത് പരത്തിക്കാക്കി. നമ്മൾ വേറൊരു രൂപത്തിലാണ്. എല്ലാം വ്യത്യസ്ത നിറം, ഭാഷ ഒക്കെ. ഇത് പറഞ്ഞിട്ട് പറയുക ഇന്ന ഫീദാലിക്കല്ല ആയാത്തില്ല ആലമീൻ, ലോകർക്ക് ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തമുണ്ട്. ഇതൊക്കെ ആളുകളെ നിറം വെച്ചിട്ട് ആളുകൾ എന്താവും? കേടുവരില്ലേ? നിറമുള്ളോല് കേട് വരുന്നത് പോലെ നിറമില്ലാത്തോല് കേട് വരില്ല. മനസ്സിലായില്ല? മനസ്സിലായ? ഒരു ലേശം കാണാൻ ഭംഗിയുള്ള കൗതുകമുള്ള വെളുത്ത നിറമുള്ള ഒരാണും പെണ്ണുവാന്ന് വെച്ചോ, ഓല് കേട് വരുന്നതായി കർത്തോൻ കേട് വരില്ല. കർത്തോൻ ആരും കേട് വരുത്തൂല്ല. ലേശൊരു വെളുപ്പുണ്ടായ മതി ഓൻ കുടുങ്ങി, ഓനെല്ലാവരും നോക്കും അല്ലേ? ആണായാലും പെണ്ണായാലും സ്ഥിതി തന്നെയല്ലേ? സൗന്ദര്യമുള്ള ആണും പെണ്ണും ചെന്നെത്തിപ്പെടുന്ന ദുരവസ്ഥയിൽ സൗന്ദര്യം ഇല്ലാത്തവരെത്തുമോ? ഇല്ലല്ലോ. അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തല്ലേ? ഇല്ല. ഉണ്ട്. ചിന്തിക്കണം. ഇത് വല്ലാത്തൊരു അട്രാക്ഷനല്ലേ വെച്ചെന്ത് അല്ലേ? ചിന്തിക്കണം. ഭക്ഷണം ഇറങ്ങുമ്പോൾ ചിന്തിക്കണം, പടച്ചോനെ അത് ഇറങ്ങാൻ കഴിയാണ്ടെന്നുള്ള സ്ഥിതി. ഇത് ദഹിക്കുമ്പോൾ ചിന്തിക്കണം, പടച്ചോനെ ആമാശയം, ദഹനേന്ദ്രിയം, ഇത് പടച്ചോനെ ബ്ലഡ് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ ക്ലിയറാക്കി തരുന്നുണ്ട് ഇപ്പം നമുക്കൊക്കെ അല്ലേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കിഡ്നി ഒന്ന് അങ്ങോട്ട് കിഡ്നി ഫെയിലിയർ ആയാൽ പിന്നെ അങ്ങോട്ട് കയറ്റാൻ തുടങ്ങും ബ്ലഡ്. എന്നിട്ട് 48 മണിക്കൂർ മലന്ന് കിടക്കണം, അനങ്ങാൻ പാടില്ല. ഇപ്പം ഒറ്റ മിനിറ്റ് പോലും കിടക്കാണ്ടാണ് ഇതിങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചിന്തിക്കണ്ടേ?
ചിന്തിച്ച് ചിന്തിച്ച് റബ്ബിലേക്ക് അടുക്കുക. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയുമ്പോൾ അതിന് വില ഉണ്ടാവും കേട്ടോ. അള്ളാഹുവിലേക്ക് ചിന്തിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിമാഹാത്മ്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ട് റബ്ബുമായി ബന്ധപ്പെട്ട് റബ്ബിൻ്റെ നരകത്തെക്കുറിച്ച് ചിന്തിച്ച് റബ്ബിൻ്റെ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹിച്ച് മരിച്ചു പിരിയാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ, അള്ളാഹു അതിനു വേണ്ടി ഒരുക്കുമ്പോൾ അള്ളാഹിനെക്കുറിച്ച് നല്ല വിചാരം, നല്ല ചിന്ത, എൻ്റെ റബ്ബിനെ കുഴക്കൂല എന്ന ചിന്തയോടുകൂടി കണ്ണടക്കാൻ റഹ്മാനായ തമ്പുരാൻ എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം അർഹമുർ റഹീമായ തമ്പുരാൻ അവൻ്റെ മഹത്തായ